എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എൻവയോൺമെന്റിന്റെ സ്പീഷീസ് തീമിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഒത്തിരി സ്പീഷീസിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, ഇൻക്ലൂഡിങ് എലിഫൻസ്, ടൈഗർ, അതർ ബിഗ് കാറ്റ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ വൾച്ചേഴ്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു, ഹോൺബിലിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു, ഡ്യൂഗോങ്സ്. ഹോപ്പ് യു റിമെമ്പർ ഓൾ ദോസ് ലെസൺസ്. നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ബേർഡ്സിലായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ബേർഡ്സിൽ തന്നെ ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഹെവിയസ്റ്റ് ഫ്ലൈയിങ് ബേർഡാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. ഫ്ലൈറ്റ്ലെസ് ബേർഡ് അല്ല, നന്നായിട്ട് പറക്കുന്ന പക്ഷിയാണ്. ഈ പറക്കുന്ന പക്ഷികളിൽ വെച്ചിട്ട് തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള പക്ഷിയാണ് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്നത്. ഈ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ഫ്ലാഗ്ഷിപ്പ് ഓഫ് ദ ഗ്രാസ് ലാൻഡ് എന്നും പറയുന്നുണ്ട്. അതായത് നമ്മൾ ഇത് മെയിനായിട്ട് കാണുന്ന ഗ്രാസ് ലാൻഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്, കുറച്ചുകൂടി ഓപ്പൺ ഡ്രയർ ഗ്രാസ് ലാൻഡ്സിലാണ്. രാജസ്ഥാനിലൊക്കെയുള്ള അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലൊക്കെയുള്ള ഡ്രയർ ട്രാക്സിലാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് കാണുന്നത്. അപ്പൊ അവിടുത്തെ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് ആണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് എന്നാണ് നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയും. കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്ലാഗ് ബിയറിംഗ് ആയിട്ടുള്ള സ്പീഷീസ് ആണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. IUCN ക്ലാസിഫൈഡ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ആസ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ്. നമ്മുടെ ഇന്ത്യയിൽ, ലോകത്തിൽ തന്നെ 150 ബേർഡ്സ് മാത്രമേ നിലവിൽ ബാക്കിയുള്ളൂ എന്നാണ് പിന്നെ കണക്കുകൾ പറയുന്നത്. അപ്പം ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്, ഹൈലി ത്രെറ്റൻഡ് ആണ്, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള കാറ്റഗറിയിലാണ് IUCN പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സോ മെനി എഫേർട്സ് ഗ്ലോബലി പിന്നെ ഫണ്ടഡ് ആയിട്ടുള്ള, ഇന്ത്യൻ ഫണ്ടഡ് ആയിട്ടുള്ള ഒക്കെ ധാരാളം എഫേർട്സ് നടക്കുന്നുണ്ട് ഇതിന്റെ പോപ്പുലേഷൻ റീഗെയിൻ ചെയ്യാനൊക്കെ ആയിട്ട്. അതിന്റെ മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇലക്ട്രിക് പവർ ലൈൻസ് കൊളീഷനാണ് മെയിനായിട്ട് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഇഷ്യൂ എന്ന് പറയുന്നത്. പണ്ട് പോച്ചിങ്ങും റാമ്പന്റ് ആയിട്ടുള്ള പിന്നെ എന്താണ് ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഒക്കെ അതിന് പോപ്പുലേഷൻ ഡിക്ലൈനിന് കാരണമായിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പോ നമ്മളത് അതിന് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷവും ധാരാളമായിട്ടുള്ള പിന്നെ പോപ്പുലേഷൻ ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ മെയിൻ ആയിട്ടുള്ള കാര്യം ഈ പറയുന്ന ഇലക്ട്രിക് പവർ ലൈൻസിന്റെ കൊളീഷൻ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ. ഈ പിന്നെ ലാർജർ ലാൻഡ്സ്കേപ്പിലൊക്കെ ഹൈ ടെൻഷൻ കേബിൾസ് പോകുന്നുണ്ടാവും. പിന്നെ ട്രാൻസ്പോർട്ടിൽ ഇലക്ട്രിസിറ്റി ട്രാൻസ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഹൈ ടെൻഷൻ കേബിൾസ് പോകുന്നുണ്ടാവും. ഈ ഹൈ ടെൻഷൻ കേബിൾ ഈ പറയുന്ന നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ലാർജർ ബേർഡാണ്, ഫ്ലൈറ്റ് നമ്മൾ ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന ബേർഡാണെന്ന് പറയുമെങ്കിലും ഇതിന്റെ ഐസൈറ്റ് ഭയങ്കര പൂവറാണ്. അപ്പൊ ഈ ഹൈ ടെൻഷൻ കേബിൾസ് ഇതിന് പലപ്പോഴും കാണാറില്ല. അപ്പൊ ഇത് ഹൈറ്റിലേക്ക് കൂടി പറക്കുന്ന സമയത്ത് പലപ്പോഴും ഈ കേബിളിൽ തട്ടിയിട്ട് ഷോക്ക് അടിച്ച് ചത്തുപോവുക ചെയ്യുന്നത്. അപ്പൊ ഇപ്പോ സർക്കാർ അവിടെയുള്ള ഹൈ ടെൻഷൻ കേബിൾസ് ഒക്കെ റീപ്ലേസ് ചെയ്യാനുള്ള കുറെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള കേബിൾസ് തന്നെ കുറച്ചുകൂടി വിസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് രാത്രിയിലൊക്കെ രാത്രിയിലൊക്കെ ബേർഡ് ഫ്ലൈ ചെയ്യും. അപ്പൊ അത് വിസിബിൾ ആക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ സീക്വൻസ് ലൈറ്റുകളൊക്കെ ഘടിപ്പിക്കാനുള്ള പരിപാടികളൊക്കെ ഉൾപ്പെടെ നമ്മുടെ സർക്കാർ ചെയ്യുന്നുണ്ട് ഇതിന്റെ കൺസർവേഷനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ആൻഡ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ വെസ്റ്റേൺ ആൻഡ് സെൻട്രൽ ഇന്ത്യ ആൻഡ് ഈസ്റ്റേൺ പാകിസ്ഥാൻ. അപ്പൊ ഇന്ത്യയിൽ മാത്രമല്ല പാകിസ്ഥാനിൽ ഇതിന്റെ പോപ്പുലേഷൻ ഉണ്ട്. പക്ഷെ പാകിസ്ഥാനിലുള്ള പോപ്പുലേഷനെ കുറിച്ചുള്ള ധാരണകൾ നമുക്ക് കുറവാണ്. എത്രത്തോളം അത് അവിടെ ഉണ്ട്, ഇറ്റ് ഈസ് ആക്ച്വലി എക്സ്റ്റിങ്ക്റ്റ് എന്നുള്ള കാര്യവും നമുക്ക് അറിയാൻ ബാക്കിയുണ്ട്. ഇന്ത്യയിൽ ഡെസേർട്ട് നാഷണൽ പാർക്ക്, രാജസ്ഥാനിൽ കാണുന്ന ഡെസേർട്ട് നാഷണൽ പാർക്കിലാണ് ഇതിന്റെ ഒരു ഹ്യൂജ് പിന്നെ സം ഓഫ് പോപ്പുലേഷൻ ഉള്ളത്. ഈ 150 തന്നെ വലിയൊരു പോപ്പുലേഷനും ഡെസേർട്ട് നാഷണൽ പാർക്കിലാണ്. ആൻഡ് ദ റിമൈനിങ് പോപ്പുലേഷൻ ആർ ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് കച്ച് ബസ്റ്റാർഡ് സാങ്ച്വറി ഗുജറാത്ത്, GAB സാങ്ച്വറി മഹാരാഷ്ട്ര, അതുപോലെ കർണാടകയുടെ ചില സ്ഥലങ്ങളിലും GABയുടെ പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ള ഓതന്റിക് എവിഡൻസസ് നമുക്ക് കുറവാണ്. എത്രത്തോളം ഇപ്പൊ റിമൈനിങ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുതിയ ഡാറ്റകളൊന്നും അത് സബ്സ്റ്റാൻഷിയേറ്റഡ് ആയിട്ടുള്ള എവിഡൻസസ് തരുന്നില്ല. പണ്ട് അവിടെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴും ഉണ്ടെന്ന് തന്നെയാണ് ആൾക്കാർ കണക്കുകൾ പറയുന്നതെങ്കിൽ പോലും അതിൽ ചെറിയൊരു പിന്നെ വിശ്വാസക്കുറവ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് PVQയുടെ കേസ് പറയുമ്പോൾ ബേർഡ്സിന്റെ കേസിൽ വന്ന ഒരു PVQ ആണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിത്ത് റെഫറൻസ് ടു ഇന്ത്യസ് ബയോഡൈവേഴ്സിറ്റി, സീലൻ ഫ്രോഗ് മൗത്ത്, കോപ്പർ സ്മിത്ത് ബാബറ്റ്, ഗ്രേ ചിൻഡ് മിനിവെറ്റ് ആൻഡ് വൈറ്റ് ത്രോട്ടഡ് റെഡ് സ്റ്റാർട്സ് ആർ. അവർ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ബേർഡ്സ് ആണോ, പ്രൈമേറ്റ്സ് ആണോ, റെപ്റ്റൈൽസ് ആണോ, ആംഫിബിയൻ ആണോ? അപ്പൊ ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിന്റെയൊക്കെ എല്ലാ പേരും പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടപടിയാകുന്ന കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ ന്യൂസസ് ഒക്കെ വായിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവുക. ഇതൊക്കെ
ഈ ന്യൂസസിൽ കാണുന്ന പേരുകൾ, കോമൺ നെയിംസുകൾ സ്പീഷീസിന്റെ, അവരുടെ ഫോട്ടോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് വെച്ചിരിക്കുക. ഈ പറയുന്ന ഫ്രോഗ് മൗത്ത് അല്ലെങ്കിൽ ബാർബറ്റ്, മിനിവെറ്റ്, റെഡ് സ്റ്റാർട്സ് എന്നൊക്കെ പറയുന്നത് പൊതുവെ പക്ഷികൾക്ക് ഉപയോഗിക്കുന്ന ടേമുകളാണ്. ഈ ആദ്യം കാണുന്ന ഇതിനാണ് നമ്മൾ മാക്കാച്ചി കാടാന്ന് പറയും, അല്ലെങ്കിൽ പിന്നെ ഇതിന് നമ്മൾ സിലോൺ ഫ്രോഗ് മൗത്ത് എന്ന് പറയും. ഇതിന്റെ മുഖം കണ്ടാല് നമുക്ക് ഒരു ഫ്രോഗിന്റെ മുഖം പോലെ ഒരു റിസംബ്ലൻസ് തോന്നുന്നതുകൊണ്ടാണ് ഇതിന്റെ സിലോൺ ഫ്രോഗ് മൗത്ത് എന്ന് പറയുന്നത്. അതുപോലെ ഈ കാണുന്ന പക്ഷിയാണ് ഗ്രേ ചിൻഡ് മിനിവെറ്റ് എന്ന് പറയുന്നത്. ഗ്രേ ചിൻഡ് മിനിവെറ്റ് ഇതാണ് നമ്മുടെ റെഡ് സ്റ്റാർട്ട്, വൈറ്റ് ത്രോട്ടഡ് റെഡ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. അതിന്റെ ത്രോട്ടിൽ ചെറിയൊരു വൈറ്റ് പാച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇതിനെ വൈറ്റ് ത്രോട്ടഡ് റെഡ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ഈ താഴെ കാണുന്നതാണ് നമ്മുടെ കോപ്പർ സ്മിത്ത് ബാർബറ്റ്. ഇതിനെ മലയാളത്തിൽ ചെമ്പ് കൊട്ടി എന്നും പറയുന്നത്. ഇതിന്റെ ശബ്ദം, ഈ കോപ്പർ സ്മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലൻ, പണ്ട് കോപ്പർ ചെമ്പ് ഉരുക്കി ചെമ്പ് പാത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കൊല്ലനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ കോപ്പർ സ്മിത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ കൊല്ലന്റെ ചെമ്പുണ്ടാക്കുന്ന ശബ്ദം, ആ ശബ്ദത്തിന് റിസംബിൾ ചെയ്യുന്ന ഒരു ശബ്ദമാണ് കോപ്പർ സ്മിത്ത് ബാർബറ്റിനുള്ളത്. അത് ഇങ്ങനെ ചെമ്പ് കൊട്ടിയെന്നാണ് അതുകൊണ്ട് അതിന്റെ മലയാളത്തിൽ പേര് വിളിക്കുന്നത്. ഭയങ്കര ഭംഗിയുള്ള ഒരു ബേർഡാണ്, ഭയങ്കര ക്യൂട്ട് ബേർഡാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന, നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു ബാർബറ്റാണ് ഈ കോപ്പർ സ്മിത്ത് ബാർബറ്റ്. സോ ജസ്റ്റ് അതൊന്ന് അറിഞ്ഞിരിക്കുക. ഇതൊക്കെ ബേർഡ്സ് എന്നുള്ള കാര്യം. സോ ദ ആൻസർ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ആൻഡ് നെക്സ്റ്റ് ആനിമൽ ഈസ് എ റെപ്റ്റൈൽ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഗാറിയൽ. ഗാറിയൽ എന്നുള്ള ഒരു സ്പീഷീസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് ഗരിയൽ എന്നും ആൾക്കാർ പറയാറുണ്ട്, ബട്ട് നോർമലി ഇറ്റ്സ് പ്രൊനൗൺസ്ഡ് ആസ് ഗാറിയൽസ്. ഗാറിയൽസ് ഒരു ക്രൊക്കഡൈലിയൻ ആണ്, അതായത് മുതല വർഗത്തിൽ വരുന്ന ക്രൊക്കഡൈൽ ഗ്രൂപ്പിൽ വരുന്ന ഒരു സ്പീഷീസ് ആണ് ക്രൊക്കഡൈലിയൻ ആയിട്ടുള്ള ഗാറിയൽ. വിത്ത് ലോങ് സ്നൗട്ട്. നമ്മുടെ സ്നൗട്ട് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഈ ഫേസിന്റെ നമ്മുടെ മൂക്കും അതുപോലെ വായും വരുന്ന ഭാഗത്തിനാണ് നമ്മൾ സ്നൗട്ട് എന്ന് പറയുന്നത്. ദിസ് ഗാറിയൽ ഹാസ് ഗോട്ട് എ പെക്യൂലിയർ ലോങ് സ്നൗട്ട്. നമ്മൾ നോർമലി മുതലയുടെ രൂപം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഗാറിയലിന് കുറച്ചുകൂടി തിൻ ആൻഡ് ലോങ് സ്നൗട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആൻഡ് ദ പ്രൈം ഹാബിറ്ററ്റ് ഓഫ് ഗാറിയൽ ഈസ് ചമ്പൽ റിവർ. ചമ്പൽ റിവർ നമ്മുടെ യമുന നദിയുടെ ട്രിബ്യൂട്ടറി ആയിട്ട് കാണുന്ന ചമ്പൽ റിവറിലാണ് ഗാറിയലിന്റെ പ്രൈം ഹാബിറ്റാറ്റ് ഉള്ളത്. ഫൗണ്ട് ഇൻ അതർ ട്രിബ്യൂട്ടറീസ് ഓഫ് ഗംഗ ഓൾസോ. ഈ നമ്മൾ പറയുന്ന ഗംഗയുടെ ഡിഫറെന്റ് ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള രാംഗംഗ, ഗാഗര പോലുള്ള റിവേഴ്സിലും ഗാറിയൽസിന്റെ പ്രസൻസ് നോട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആസ് പെർ IUCN കാറ്റഗറി. അപ്പോൾ വളരെ കുറവാണ് ഇതിന്റെ നമ്പർ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കൺസർവേഷൻ എഫേർട്സും ഇതിന്റെ പുറകിൽ നടക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് ക്ലീൻ റിവർ വാട്ടർ. അതായത് വളരെ ക്ലീൻ ആയിട്ടുള്ള റിവേഴ്സിലാണ് ഗാറിയൽസ് കാണുന്നത്. അപ്പോൾ വൺസ് അവിടെ ഗാറിയൽസ് മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ റിവർ പൊല്യൂട്ടഡ് ആയി വരികയാണെന്നുള്ളതാണ്. ആൻഡ് ദർ ഇസ് എ സാങ്ച്വറി ഇൻ മധ്യപ്രദേശ് കോൾഡ് നാഷണൽ ചമ്പൽ സാങ്ച്വറി വിച്ച് പ്രൊട്ടക്ട്സ് ഗാറിയൽസ്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് പ്രധാനമായിട്ടുള്ള 3 സ്പീഷീസ് ഓഫ് ക്രൊക്കഡൈൽസ് യൂഷ്വലി സീൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ 3 സ്പീഷീസ് ഓഫ് ക്രൊക്കഡൈൽസ് ഉണ്ട്. അത് ഫസ്റ്റ് വൺ ഈസ് ഗാറിയൽ. നമ്മളിപ്പോൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. അതിന്റെ സ്നൗട്ട് ഉണ്ടല്ലോ, ഭയങ്കര പെക്യുലർ ആയിട്ടുള്ള സ്നൗട്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ആൻഡ് ദ സെക്കൻഡ് സ്പീഷീസ് ഈസ് ദ മഗ്ഗർ ക്രൊക്കഡൈൽ. നമ്മൾ മഗ്ഗർ എന്ന് പറയും അതിനെ. നമ്മൾ പൊതുവെ മലയാളത്തിൽ ചീങ്കണ്ണി എന്ന് പറയുന്നത് മഗ്ഗറിനെയാണ്. നമ്മൾ പലപ്പോഴും ചീങ്കണി എന്ന് പറയുമ്പോൾ അത് അലിഗേറ്റർ ആണെന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ചീങ്കണി എന്ന് പറഞ്ഞ മലയാള പദം പണ്ട് നമ്മുടെ പുഴകളിലൊക്കെ സുലഭമായിട്ട് കണ്ടിരുന്ന ഒരു സ്പീഷീസ് ഓഫ് ക്രൊക്കഡൈൽ ആയിരുന്നു മഗ്ഗർ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നീട് മനുഷ്യന്മാരെ തന്നെ ഉന്മൂലനം ചെയ്തതാണ് പലപ്പോഴും, ബിക്കോസ് ഓഫ് ദ ഡേഞ്ചർ. അത് കുറച്ചുകൂടി അറ്റാക്കിങ് ആയതുകൊണ്ട് മനുഷ്യന്മാരതിനെ വെച്ചില്ല. നമ്മുടെ പുഴയിലും കായലിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്പീഷീസ് ആണ് ചീങ്കണ്ണി അല്ലെങ്കിൽ മഗ്ഗർ എന്ന് പറയുന്നത്. ഇപ്പോഴും നമ്മുടെ നെയ്യാറ് പോലുള്ള ഡാമിലൊക്കെ ചീങ്കണ്ണിയുടെ പ്രസൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ ഇൻ ചാലക്കുടി റിവർ ഓൾസോ മഗ്ഗർ ക്രൊക്കഡൈൽസ് ആർ ഫൗണ്ട്. And the third species is the saltwater crocodile. Saltwater crocodile ആണ് the largest of the crocodiles. ഇത് ഭയങ്കര സൈസുള്ള ക്രോക്കഡൈൽസ് ആണ്. നമ്മൾ പൊതുവെ ആനിമൽ പ്ലാന്റിലൊക്കെ കാണുന്ന സ്പീഷീസ് ഈ സാൾട്ട് വാട്ടർ ക്രോക്കഡൈൽ ആയിരിക്കും. അപ്പോൾ ഇത് 3 സ്പീഷീസ് ആണ് നമുക്ക് ഇന്ത്യയിലുള്ളത്. ഈ 3 സ്പീഷീസും കാണുന്ന ഏക സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒഡീഷയാണ് ഇന്ത്യയിൽ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക.
And let's discuss a previous year question. If you want to see gharials in their natural habitat, which one of the following is the best place to visit? ഘാറിയലിനെ കാണണമെങ്കിൽ നമ്മൾ എവിടെ പോകണം എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ഭിത്തർകണിക മാംഗ്രൂവ്സ്. ഭിത്തർകണിക മാംഗ്രൂവ്സ് ഒറീസയിലുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കിയാൽ ചമ്പൽ റിവർ, നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ചമ്പൽ റിവറിലാണ് ഘാറിയൽസിനെ കാണുക എന്നുള്ളത്. പുലിക്കട്ട് ലേക്ക്, പുലിക്കട്ട് ലേക്ക് കാണുന്നത് തമിഴ്നാടിന്റെയും ആന്ധ്രാപ്രദേശിന്റെയും ബോർഡറിലാണ്. അതൊരു എന്താണ് സോൾട്ട് വാട്ടർ ലേക്കാണ്. അപ്പോൾ പുലിക്കട്ട് ലേക്ക് എവിടെയാണെന്നുള്ള ലൊക്കേഷൻ ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ബട്ട് ഘാറിയൽസ് ആർ നോട്ട് ഫൗണ്ട് ഇൻ പുലിക്കട്ട് ലേക്ക്. ദീപോ ബേൽ എന്ന് പറഞ്ഞാൽ വേറൊരു ലേക്കാണ്, ഒരു ഫ്രഷ് വാട്ടർ ലേക്കാണ്. അത് കാണുന്നത് അസമിലാണ്. അസമിൽ കാണുന്ന ഒരു ലേക്കാണ് ദീപോ ബേൽ എന്ന് പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ബട്ട് ഘാറിയൽസ് ആർ ഓൾസോ നോട്ട് ഫൗണ്ട് ഇൻ ദീപോ ബേൽ ആസ് വെൽ. സോ ദ ഓപ്ഷൻ ബി ഈസ് എ കറക്റ്റ് ആൻസർ. ചമ്പൽ റിവർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ മൂവിങ് ഓൺ. Next we are going to discuss about nocturnal animals. Nocturnal animals അതായത് രാത്രിഞ്ചരമാരായിട്ടുള്ള, രാത്രിയിൽ ആക്ടിവിറ്റീസ്, രാത്രിയിൽ ആക്റ്റീവ് ആവുന്ന, ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് ആക്റ്റീവ് ആവുന്ന ആനിമൽസിനെയാണ് നമ്മൾ നൊക്ടേണൽ ആനിമൽസ് എന്ന് പറയുന്നത്. സോ വി ആർ ഗോയിങ് ടു സീ സം ഓഫ് ദ എക്സാമ്പിൾസ് ഓഫ് നൊക്ടേണൽ ആനിമൽസ്. ഫസ്റ്റ് വൺ ഈസ് ജയന്റ് ഫ്ലൈയിങ് സ്ക്വിറൽ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ മലയെണ്ണ എന്നൊക്കെ കേട്ടിരുന്നോ? പക്ഷെ ഇത് എന്ന് പറയുന്നത് പാറാൻ എന്ന് പറയും നമ്മൾ മലയാളത്തിൽ. അതായത് പറക്കാൻ കഴിവുള്ള അണ്ണാനാണ് ജയന്റ് ഫ്ലൈയിങ് സ്ക്വിറൽ. ഇവര് നമ്മൾ പറയും പറക്കാൻ കഴിവുണ്ടെന്ന് പറയുമ്പോൾ ഒരിക്കലും പക്ഷികളെ പോലെ അല്ലെങ്കിൽ വവ്വാലുകളെ പോലെ അല്ല ഇവർ പറക്കുക, പകരം ഗ്ലൈഡ് ചെയ്യുക. അതായത് ഇവരുടെ സ്കിന്ന്, ഇവരുടെ ഫ്രണ്ട് ലെഗ്സും ബാക്ക് ലെഗും കൂടിയിട്ട് ഒരു സ്കിന്ന് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നുണ്ട്. ഈ സ്കിന്ന് പൊതുവെ നമ്മുടെ ഈ വക്കീലന്മാരുടെ കോട്ടൊക്കെ പോലെ ഇരിക്കും. അതായത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിറക് പോലെ ഇരിക്കും, നേരെ മറിച്ച് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു തുണി പോലെ അവിടെ ഇരിക്കും. അപ്പൊ അങ്ങനെ ഒരു പെക്യുലാരിറ്റി ജയന്റ് ഫ്ലൈയിങ് സ്ക്വിറലിനുണ്ട്. അപ്പോൾ അതിലെന്താ ചെയ്യാം, ഒരു ഹയർ എലിവേഷനിൽ നിന്ന് ലോവർ എലിവേഷനിലേക്ക് ഗ്ലൈഡ് ചെയ്യുക. അവർക്ക് ഹയർ എലിവേഷനിലേക്ക് പറക്കാനോ അല്ലെങ്കിൽ ഗ്ലൈഡ് ചെയ്യാനോ പറ്റൂല. ഈ ഗ്രാവിറ്റി ഉപയോഗിച്ചിട്ട് അവർ ഗ്ലൈഡ് ചെയ്യുന്നത്. വീണ്ടും മേലേക്ക് പോകണമെങ്കിൽ അവർ സാധാരണ അണ്ണാമാരൊക്കെ പോകുന്ന പോലെ പിടിച്ച് മരം പിടിച്ച് കയറണം. സോ അതാണ് ജയന്റ് ഫ്ലൈയിങ് സ്ക്വിറൽ. ഇറ്റ് ഈസ് എ നൊക്ടേണൽ സ്പീഷീസ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദ പാം സിവറ്റ്. നമ്മൾ വെരുക് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ പൂമെരു, വെരുക്, അതും അല്ലെങ്കിൽ മെരു എന്നൊക്കെ നമ്മുടെ നോർത്തേൺ കേരളയിലൊക്കെ ഇതിനെ പറയാം. ഇതാണ് പാം സിവറ്റ്. അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുക. പാം സിവറ്റ് ഈസ് ഓൾസോ നൊക്ടേണൽ. രാത്രിയിലൊക്കെ നമ്മുടെ വീട്ടില് തൊടിയിലൊക്കെ ഇയാൾ വന്നിട്ട് കിടക്കും. നമ്മൾ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങനെ ഇരുട്ട് കണ്ണിങ്ങനെ തിളങ്ങുന്നതാണ്. 4-5 പെയർ ഓഫ് ഐസ് ഇങ്ങനെ തിളങ്ങുന്നതാണ്. അത് പലപ്പോഴും പാം സിവറ്റ് ആവാറുണ്ട്. ആൻഡ് ദ തേർഡ് വൺ ഈസ് എ ബാൺ ഔൾ. നമുക്കറിയാം, ഔള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അറിയാവുന്ന ഒരു സാധനമാണ്. രാത്രിയിൽ പിടിക്കുന്ന പക്ഷികളിലൊന്നാണ് ഔള്. സോ ദ ബാൺ ഔൾ ഈസ് വെള്ളിമൂങ്ങ. നമ്മൾ മലയാളത്തിൽ പറയാം. ബാൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളി എന്നാണ് അർത്ഥം. സോ ബാൺ ഔൾ ഈസ് ഓൾസോ എ നൊക്ടേണൽ ആനിമൽ. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് സ്ലെൻഡർ ലോറിസ്. ഇതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയിരിക്കുക. സ്ലെൻഡർ ലോറിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പീഷീസ് ഓഫ് പ്രൈമേറ്റ് ആണ്. നമ്മൾ കുരങ്ങിന്റെ ഒക്കെ ഗ്രൂപ്പിൽ വരുന്ന, അല്ലെങ്കിൽ മനുഷ്യന്റെ ഒക്കെ റിലേറ്റീവ് ആയിട്ടുള്ള പ്രൈമേറ്റ് ഗ്രൂപ്പിലാണ് സ്ലെൻഡർ ലോറിസ് വരുന്നത്. ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ആനിമലാണ് കേട്ടോ അത്. പക്ഷെ നിങ്ങൾ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് സൈസ് മനസ്സിലാവാത്തുണ്ടാവും. നമ്മുടെ ഉള്ളം കയ്യിൽ ഇരിക്കാൻ പറ്റും, അത്രയും കുഞ്ഞാണ് ഈ സ്ലെൻഡർ ലോറിസ് എന്ന് പറയുന്നത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നൊക്ടേണൽ ആയിട്ടുള്ള കാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന, ഭാഗ്യം ഉണ്ടെങ്കിൽ അത് ലക്കൂടി വേണം, കാണാൻ പറ്റുന്ന ഒരു സ്പീഷീസ് ആണ് സ്ലെൻഡർ ലോറിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ എ നൊക്ടേണൽ ആനിമൽ. And the other one is Indian pangolin. നിങ്ങൾ ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞില്ലേ? നമ്മൾ നേരത്തെ മരപ്പെട്ടിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, സിവറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ അടുത്താണ് ഈനാമ്പേച്ചി. ഇത് രണ്ടും നൊക്ടേണൽ ആയിട്ടുള്ള ആനിമലാണ്. ഈ ഈനാമ്പേച്ചിനെയാണ് ഇന്ത്യൻ പാങ്കോളിൻ എന്ന് പറയുന്നത്. നമ്മൾ അതിനൊരു പെക്യൂലിയർ ആയിട്ടുള്ള ആർമറി ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണുള്ളത്. നിറയെ ചെതുമ്പലാണെന്ന് തോന്നുന്ന, നമ്മൾ ഈ ഗിറ്റാറിൽ നമ്മൾ വായിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഉണ്ടല്ലോ, ഗിറ്റാറിൽ ഉപയോഗിക്കുന്ന, നമ്മൾ ട്യൂൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന പേര് ഞാൻ വിട്ടുപോയി. അതുപോലെ ഇരിക്കുന്ന ശലക്കങ്ങളാണ് ഇതിന്റെ സ്കിന്നിൽ മൊത്തം ഉള്ളത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇതിനെ പോച്ചുകയും ഹണ്ട് ചെയ്യുകയും ചെയ്യാറുണ്ട്. അപ്പൊ രാത്രിയാണ് മെയിനായിട്ട് ഇത് കാണുന്നത്. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് ത്രട്ടൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോൾ ചെയ്യുക.
ത്രെട്ടൻഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ തേരട്ടൊക്കെ കാണുന്നത്, തേരട്ടൊക്കെ റോൾ ചെയ്യില്ലേ, അതുപോലെ റോൾ ചെയ്തിട്ട് ഇരിക്കുക ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് റെക്കൂൺ. റെക്കൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കീരി വർഗത്തിൽ വരുന്ന ഒരു സ്പീഷീസ് ആണ്. നിങ്ങൾ റീൽസിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ ആനുവൽ പ്ലാന്റിലൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റെക്കൂൺ എന്ന് പറയും. റെക്കൂൺ ഇന്ത്യയിൽ കാണുന്ന ഒരു സ്പീഷീസ് അല്ല, പക്ഷെ US-ലൊക്കെ ധാരാളം കാണുന്ന നമ്മുടെ സിവറ്റിന്റെ, അതായത് നമ്മുടെ ഇവിടുത്തെ സിവറ്റിന്റെ എക്കോളജിക്കൽ ഇക്വലൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ സിവറ്റ് ആണെങ്കിൽ അവിടെ റെക്കൂൺസ് ആണ് സിവറ്റിന്റെ പരിപാടി എടുക്കുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. റെക്കൂൺ ഈസ് ഓൾസോ എ നൊക്ടേണൽ. ആൻഡ് ദി നെക്സ്റ്റ് വൺ ഈസ് ഹെഡ്ജ് ഹോഗ് കേട്ടോ. ഹെഡ്ജ് ഹോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആദ്യം മുള്ളംപന്നിനെ കുറിച്ച് പറയാം. മുള്ളംപന്നി പോർക്യുപൈൻ എന്ന് പറയും. പോർക്യുപൈൻ നിറയെ ദേഹത്ത് മൊത്തം മുള്ളുള്ള ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു പിന്നെ കാപ്പബിലിറ്റി ഉള്ള ആനിമലാണ് പോർക്യുപൈൻ, വിച്ച് ഈസ് ഓൾസോ നൊക്ടേണൽ. അപ്പൊ നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് പോർക്യുപൈനെ കുറിച്ച് പറയുമ്പോൾ അത് മുള്ള് കുടയുന്നു നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ബട്ട് ആക്ച്വലി മുള്ള് കുടയുന്ന ഒരു സ്വഭാവക്കാരല്ല പോർക്യുപൈൻ. മുള്ള് കുടഞ്ഞിട്ട് തെറിപ്പിച്ച ആൾക്കാരെ പിന്നെ ഉപദ്രവിക്കാനുള്ള കഴിവില്ല പോർക്യുപൈന്. പക്ഷെ ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർക്യുപൈന് റിവേഴ്സ് ആയിട്ട് സഞ്ചരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതായത് നമ്മൾ പിന്നെ പോർക്യുപൈന് ത്രെട്ടൻഡ് ആയിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പോർക്യുപൈൻ തിരിഞ്ഞിരിക്കുക ചെയ്യുക. തിരിഞ്ഞിരുന്നിട്ട് പുറകിലേക്ക് വന്നിട്ട് അറ്റാക്ക് ചെയ്യുക ചെയ്യുക. അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ മുള്ള് തറച്ച് കയറുക ചെയ്യുക. അങ്ങനെ കോണ്ടാക്ട് വന്നിട്ടാണ് ഈ പിന്നെ മുള്ളുകൾ കയറാറുള്ളത്. സോ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. പോർക്യുപൈൻ്റെ ഒരു മിനിയേച്ചർ വെർഷനാണ് ഹെഡ്ജ് ഹോഗ്. പക്ഷെ പോർക്യുപൈനെ പോലെ മുള്ളുകൾ ഉണ്ടെങ്കിലും ഈ മുള്ളുകൾ ഭയങ്കര ടൈനി ആയിട്ടുള്ള മുള്ളുകളാണ്. ഈ ടൈനി ആയിട്ടുള്ള മുള്ളുകൾ നമുക്ക് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നമ്മൾ പിന്നെ എന്താ പറയാ വളരെ ടൈനി ആയിട്ടുള്ള മുള്ളുകൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പിന്നെ എന്താണ് പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അതുപോലെ ഭയങ്കര രസമായിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് ഹെഡ്ജ് ഹോഗ്. ഈ ഇന്ത്യൻ പാങ്കോളിനെ പോലെ തന്നെ റോൾ ചെയ്തിട്ട് പിന്നെ ഇത് റോൾ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു മുള്ളിന്റെ ഒരു കൂമ്പാരായിട്ട് മാറും ഈ ഹെഡ്ജ് ഹോഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാപ്പബിലിറ്റി ഉള്ള ഒരു സ്പീഷീസ് കൂടിയാണ് ഹെഡ്ജ് ഹോഗ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് നൊക്ടേണൽ ആനിമൽസ്. നമ്മൾ ഇനിയിപ്പോൾ ന്യൂസിലൊക്കെ നിങ്ങൾ നൊക്ടേണൽ ആനിമൽസിനെ കുറിച്ചൊക്കെ കേൾക്കുകയാണെങ്കിൽ ഇത് വായിക്കാം. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ 2023 ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കൺസിഡർ ദ ഫോളോയിങ് ഫോണ: ലയൺ ടെയിൽഡ് മക്കാക്ക്, അതായത് സിംഹവാലൻ കുരങ്ങ്, മലബാർ സിവറ്റ്, സാമ്പാർ ഡിയർ. ഹൗ മെനി ഓഫ് ദ എബോവ് ആർ ജനറലി നൊക്ടേണൽ ഓർ മോസ്റ്റ് ആക്റ്റീവ് ആഫ്റ്റർ സൺസെറ്റ്? നൊക്ടേണൽ ആയിട്ടോ അല്ലെങ്കിൽ സൺസെറ്റിന് ശേഷം ആക്റ്റീവ് ആവുന്ന സ്പീഷീസ് ഈ പറയുന്നതിൽ ഏതാണ് എന്നാണ് ചോദ്യം വന്നേക്കുന്നത്. അപ്പൊ ഹൗ മെനി ഓഫ് ദാണ് ചോദിക്കുന്നത്. അപ്പൊ എത്ര എണ്ണം എന്നാണ് ചോദിക്കുന്നത്. ലയൺ ടെയിൽഡ് മക്കാക്ക് എന്ന് പറഞ്ഞാൽ സിംഹവാലൻ കുരങ്ങാണ് കേട്ടോ. സിംഹവാലൻ കുരങ്ങ് നോർമൽ എല്ലാ കുരങ്ങുകളും പൊതുവെ ഡയണലാണ്. നമ്മൾ മക്കാക്കിനെയൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ പിന്നെ മക്കാക്കിനൊക്കെ കണ്ടിട്ടില്ല, അതൊക്കെ ഡയണലാണ്. ഈ പൊതുവെയുള്ള എല്ലാ കുരങ്ങന്മാരും ഡയണലാണ്. അപ്പോൾ ഓപ്ഷൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ 1 ഈസ് റോങ്. മലബാർ സിവറ്റ്, നമ്മൾ സിവറ്റിന്റെ കേസ് തൊട്ട് മുന്നേ പറഞ്ഞില്ലേ, സിവറ്റുകളെല്ലാം നൊക്ടേണലാണ്. മലബാർ സിവറ്റ് എന്ന് പറഞ്ഞാൽ പാം സിവറ്റിന്റെ ഒരു കസിൻ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. മലബാർ സിവറ്റ് ഈസ് എ നൊക്ടേണൽ ആനിമൽ. സാമ്പാർ ഡിയർ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, ബട്ട് ഫോർ ദ സേക്ക് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സാമ്പാർ ഡിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്ലാവ് എന്ന് പറയും മലയാളത്തില്. മ്ലാവും ഒരു നൊക്ടേണൽ ആയിട്ടുള്ള ആനിമൽ ആണ്. സോ ദ ആൻസർ ഈസ് ഓൺലി 2. Okay, moving on. Previous year question 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് ആനിമൽസ്: hedgehog, marmot and pangolin. To reduce the chance of being captured by predators, which of the above organisms rolls up and protects their vulnerable parts? അപ്പോൾ പിന്നെ ത്രെട്ടൻഡ് ആയിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് റോൾ ചെയ്തിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഏത് സ്പീഷീസ് ആണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഹെഡ്ജ് ഹോഗിന് അങ്ങനത്തെ ഒരു കാപ്പബിലിറ്റി ഉണ്ട്. ഹെഡ്ജ് ഹോഗ് ഇസ് എ കറക്റ്റ് ആൻസർ. ആൻഡ് പാങ്കോലിൻ ഓൾസോ റോൾസ് അപ്പ് ടു സേവ് ഹിംസെൽഫ്. ഈ മാർമട്ടിന്റെ ഫോട്ടോ ആണ് ഇവിടെ കാണുന്നത്. നമ്മുടെ ഹിമാലയസിലൊക്കെ കാണുന്ന ഒരു സ്പീഷീസ് ആണ് മാർമട്ട്. ചില സമയത്ത് നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു ബിസ്ക്കറ്റ് ഒക്കെ കൊടുക്കുന്ന റീലൊക്കെ ഇടയ്ക്ക് വൈറലായിട്ടുണ്ടായിരുന്നു ഒരു മാർമട്ടിന്. അപ്പം
അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഡയഗണൽ ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് മാർബൺ എന്ന് പറയുന്നത്. അതിങ്ങനെ റോൾ ചെയ്തിട്ട് പിന്നെ സേവ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് റോൾ ചെയ്താലൊന്നും ആവാൻ പോകുന്നില്ല. റോൾ ചെയ്ത് കഴിഞ്ഞാലും ആൾക്കാർ ഇതിനെ ഉപദ്രവിക്കാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. അപ്പോൾ ഹെഡ്ജ് ആൻഡ് പാങ്കോലിൻ ക്യാൻ റോൾസ് അപ്പ് ആൻഡ് പ്രൊട്ടക്ട് ദംസെൽസ്. അപ്പോൾ മനസ്സിലാക്കിയിരിക്കുക 1 and 3 ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നമ്മൾ ഇനി അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ചാണ്. മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, പിന്നെ പ്രോട്ടിസ്റ്റ, യൂണിസെല്ലുലർ ആയിട്ടുള്ള പ്രോട്ടിസ്റ്റാസ് ആവാം. ഈ മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്. അവര് പല അതിൻ്റെ അകത്ത് തന്നെ ഉള്ള 2-3 ഗ്രൂപ്പുകളുണ്ട്. അതിൽ ആദ്യത്തെ ഗ്രൂപ്പാണ് തെർമോഫൈൽസ്. തെർമോഫൈൽസ് എന്ന് പറഞ്ഞാൽ ഫൈൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ വാക്ക് ഫൈൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലവർ എന്നുള്ള അർത്ഥം. തെർമോഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ലവിങ് ആയിട്ടുള്ള ആനിമൽ എന്ന അർത്ഥം. സോറി, ആനിമൽ അല്ല, ഇൻ ദിസ് കേസ് മൈക്രോ ഓർഗാനിസം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആസ് ദ നെയിം ഇൻഡിക്കേറ്റ് ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ. It can ranges from 40 degrees Celsius and it can even go up to 120 degrees Celsius. 120 degrees Celsius വലിയ ടെമ്പറേച്ചർ താങ്ങാൻ ശേഷിയുള്ള മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മൾ തെർമോഫൈൽസ് എന്ന് പറയുന്നത്. And they are normally found in thermal vents and geysers and related environment. ഈ പറയുന്ന തെർമൽ വെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ ചില ഭാഗങ്ങളിലൊക്കെ ഈ നമ്മുടെ പിന്നെ മാഗ്മയായിട്ടൊക്കെ കോണ്ടാക്ട് ഉള്ള സ്ഥലങ്ങളിൽ അവിടുന്ന് വരുന്ന സ്പ്രിങ്സ്, അതായത് നമ്മുടെ നീരുറവകൾ ഭയങ്കര ടെമ്പറേച്ചർ കൂടിയ ഉറവകളായിരിക്കും. അപ്പൊ അവിടെയൊക്കെ ആ സ്ഥലങ്ങൾ അത്തരം പിന്നെ ഹാർഷ് ആയിട്ടുള്ള ഹോസ്റ്റൽ ആയിട്ടുള്ള എൻവയോൺമെന്റ്സിൽ കാണുന്ന മൈക്രോ ഓർഗാനിസം ഒക്കെ ഹൈലി തെർമൽ റെസിസ്റ്റന്റ് ഉള്ള പിന്നെ ഓർഗാനിസംസ് ആയിരിക്കും. അതിനെയാണ് തെർമോഫൈൽസ് എന്ന് പറയുന്നത്. തെർമോഫൈൽസ് എന്ന് പറയുന്ന പോലെ തന്നെ അസിഡോഫൈൽസ് കൂടിയുണ്ട്. അസിഡോഫൈൽസ് ആസ് ദ നെയിം ഇൻഡിക്കേറ്റ് ആസിഡ് ലവേഴ്സ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് അസിഡോഫൈൽസ്. ആൻഡ് ദേ കൻ ഗ്രോ ഇൻ ആസിഡിക് എൻവയോൺമെന്റ്സ്. ഹോട്ട് സ്പ്രിങ്സ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, ഈ ഹോട്ട് സ്പ്രിങ്സിൽ ചൂടുണ്ടാകുന്ന സമയത്ത് തന്നെ അവിടെ ആസിഡ്, ഈ പറയുന്ന സൾഫർ ഡയോക്സൈഡിന്റെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള കെമിക്കൽസിന്റെ ഒക്കെ ഫലം മൂലമായിട്ട് സൾഫ്യൂരിക് ആസിഡ് പോലുള്ള അല്ലെങ്കിൽ നൈട്രിക് ആസിഡ് പോലെയുള്ള ആസിഡ്സ് ഒക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റിൽ കാണുന്ന എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്യുന്ന ആനിമൽസ് അസിഡോഫൈൽസ് ആയിരിക്കും. സർവൈവ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് അസിഡോഫൈൽസ് എന്ന് പറയും. ഹോട്ട് സ്പ്രിങ്സ്, ആസിഡ് മൈൻസ്, അതുപോലെ വോൾക്കാനിക് ക്രൈറ്റേഴ്സ്, നമ്മൾ ഈ പറയുന്ന ആസിഡ് വോൾക്കാനോസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് പിന്നെ സ്ട്രാറ്റ വോൾക്കാനോസ് ഒക്കെ, അവിടെയൊക്കെ കാണുന്ന സ്പീഷീസ് ആണ് ഈ അസിഡോഫൈൽസ് എന്ന് പറയുന്നത്. അവർക്ക് ഈവൻ pH <3, നമ്മൾ ഈ പറയുന്ന സൾഫ്യൂരിക് ആസിഡിന്റെയോ അല്ലെങ്കിൽ നൈട്രിക് ആസിഡിന്റെ ഒക്കെ pH വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന കാപ്പബിലിറ്റി അസിഡോഫൈൽസിനുണ്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി അതേപോലെ ക്രയോഫൈൽസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയ ക്രയോ പ്രിസർവേഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ലിക്വിഡ് നൈട്രജനിൽ നമ്മൾ പ്രിസർവ് ചെയ്യുന്നതിനെ നമ്മൾ ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുന്നത്. ക്രയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ടെമ്പറേച്ചർ എന്ന അർത്ഥം. അപ്പൊ ക്രയോഫൈൽസ് എന്ന് പറഞ്ഞാൽ ദ മൈക്രോ ഓർഗാനിസം ദാറ്റ് ലവ്സ് ലോ ടെമ്പറേച്ചർ. എക്സ്ട്രീം കോൾഡർ എൻവയോൺമെന്റ് സച്ച് എസ് ഗ്ലേഷ്യേഴ്സ് ആൻഡ് പോൾസിലാണ് ഈ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ കാണുക. സോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറഞ്ഞ നമ്മുടെ പോൾസിലും അല്ലെങ്കിൽ ഗ്ലേഷ്യേഴ്സ് പോലെയുള്ള ഹിമാലയാസ് പോലെയുള്ള റീജിയൻസിലൊക്കെയാണ് ക്രയോഫൈൽസ് കാണുന്നത്. ആൻഡ് നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. സം മൈക്രോ ഓർഗാനിസംസ് ക്യാൻ ഗ്രോ ഇൻ എൻവയോൺമെന്റ്സ് വിത്ത് ടെമ്പറേച്ചർ എബോവ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ അതിന്റെ മേലെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസംസ് ലോകത്തിലുണ്ട്. ചില മൈക്രോ ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് completely true. Second statement is some microorganisms can grow in environments with temperature below the freezing point of water. നമ്മൾ നേരത്തെ ഇപ്പൊ ജസ്റ്റ് പറഞ്ഞല്ലോ ക്രയോഫൈൽസിന് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടറോ അല്ലെങ്കിൽ അത്രയും ലോവർ ടെമ്പറേച്ചറിൽ വരെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി ഉണ്ട്. So this statement is also true. The third statement is some microorganisms can grow in a highly acidic environments with a pH below 3. നമ്മൾ അസിഡോഫൈൽസിന്റെ കേസ് പറഞ്ഞപ്പോഴത്തേക്കും pH 3യോ അതിന് താഴെയോ വരെ സർവൈവ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഈ മൈക്രോ ഓർഗാനിസംസിനുണ്ട്. സോ സ്റ്റേറ്റ്മെന്റ് 3 ഈസ് ഓൾസോ കറക്റ്റ്. സോ അപ്പൊ ഏതൊക്കെ പിന്നെ ആൻസേഴ്സ് കറക്റ്റ്? എല്ലാ ആൻസേഴ്സും കറക്റ്റ് ആണ്. ആൻഡ് ദി കറക്റ്റ് ഓപ്ഷൻ ഈസ്
ഓപ്ഷൻ സി. ഓക്കെ, മൂവിങ് ഓൺ, നമ്മൾ പ്ലാന്റ്സിലേക്കാണ് അടുത്ത വരുന്നത്. 2-3 പ്ലാന്റ്സിനെ കുറിച്ചിട്ടും UPSC മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് വൺ അമംഗ് ദം ഈസ് റെഡ് സാൻഡർ. നമ്മൾ പിന്നെ രക്തചന്ദനം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. രക്തചന്ദനം നമ്മൾ പേരിൽ പറയുമെങ്കിലും ചന്ദനമായിട്ട് ഡയറക്ട്ലി റിലേഷൻ ഒന്നും രക്തചന്ദനത്തിനില്ല. കാണുമ്പോൾ നമ്മളെ ചന്ദനത്തിന്റെ റെഡ് വെറൈറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ രക്തചന്ദനം എന്നുള്ള പേര് തന്നെ കൊടുത്തിരുന്നത്. ഇംഗ്ലീഷിൽ റെഡ് സാൻഡൽ എന്നല്ല പറയാ, പകരം റെഡ് സാൻഡർ എന്നാ പറയാ, അല്ലെങ്കിൽ റെഡ് സാൻഡേഴ്സ് എന്ന് ഇതിനെ പറയും. The peculiarity is it is endemic to peninsular India. ഇന്ത്യയുടെ പെനിൻസുലാർ പോർഷനിലാണ് ഇത് എൻഡമിക് ആയിട്ടിരിക്കുന്നത്. ലോകത്തിന്റെ മറ്റു ഭാഗത്ത് സ്വാഭാവികമായിട്ട് റെഡ് സാൻഡർ നോക്കിയാൽ കാണാൻ പറ്റില്ല. ഇന്ത്യയുടെ പിന്നെ അതായത് പ്രത്യേകിച്ച് ഈസ്റ്റേൺ ഗാർഡ്സിന്റെ ചില പോർഷനിലാണ് ഈ പ്രധാനമായിട്ടും നമ്മുടെ റെഡ് സാൻഡർ കാണുന്നത്. ഇത് IUCN എൻഡേഞ്ചേർഡ് കാറ്റഗറിയിൽ വരുത്തിയിരിക്കുന്ന ആനിമൽ പ്ലാന്റ് ആണ്. സോ ഇതിന്റെ ട്രേഡും ഒക്കെ ഓൾറെഡി അത് സൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ അത് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ട് ഈസ്റ്റേൺ ഗാർഡ്സിലാണ് കാണുന്നതെങ്കിൽ പോലും നമ്മളിപ്പോൾ പല വീടുകളിലും റെഡ് സാൻഡൽ അല്ലെങ്കിൽ റെഡ് സാൻഡർ നമ്മൾ നട്ടുപിടിപ്പിക്കാറുണ്ട്. സോ ഇറ്റ് ഈസ് എ കൾട്ടിവേറ്റഡ് വെറൈറ്റി ആസ് വെൽ. നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ with reference to red sanders sometimes in the news, consider the following statements. First statement is, it is a tree species found in a part of South India. സൗത്ത് ഇന്ത്യയിൽ കാണുന്ന ഒരു ട്രീ സ്പീഷീസ് ആണോ ഇത് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പെനിൻസുലാർ ഇന്ത്യയിലാണ് സ്വാഭാവികമായിട്ട് റെഡ് സാൻഡർ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ്, it is one of the most important trees in the tropical rainforest areas of South India. നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ, ഈസ്റ്റേൺ ഗാർഡിന്റെ കേസിൽ ഈസ്റ്റേൺ ഗാർഡിലാണ് പിന്നെ സ്വാഭാവികമായിട്ട് റെഡ് സാൻഡർ കാണാമെന്ന് പറഞ്ഞു. അപ്പൊ ഈസ്റ്റേൺ ഗാർഡിൽ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഉണ്ടോ? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഈസ്റ്റേൺ ഗാർഡിൽ ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് പിന്നെ ഇമ്പോർട്ടൻറ്റ് സ്പീഷീസ് ആയി മാറുന്നത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയമാണ്. അപ്പോൾ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. സോ ദ ആൻസർ ഈസ് 1 ഓൺലി. ആൻസർ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ മൂവിങ് ഓൺ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്, കൺസിഡർ ദ ഫോളോയിങ് സ്പീഷീസ്. ഫസ്റ്റ് വൺ ഈസ് കാഷ്യൂ, സെക്കൻഡ് ഈസ് പപ്പായ, തേർഡ് വൺ ഈസ് റെഡ് സാൻഡേഴ്സ്. ഹൗ മെനി ഓഫ് ദ അബൌട്ട് ട്രീസ് ആർ ആക്ച്വലി നേറ്റീവ് ടു ഇന്ത്യ? ഇന്ത്യയിൽ സ്വാഭാവികമായിട്ട് കാണുന്ന പിന്നെ ഈ പറയുന്ന മരങ്ങളിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാം കാഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഷ്യൂ ആപ്പിൾ, നമ്മൾ പറഞ്ഞ കശുമാങ്ങ അല്ലെങ്കിൽ പറങ്കി മാങ്ങ എന്നൊക്കെ പറയും. ഈ പറങ്കി മാങ്ങ എന്ന ഇതിനെ നോർത്തേൺ കേരളയിലാണ് പറങ്കി മാങ്ങ എന്ന് വിളിക്കുക. അതിന് കാരണം പറങ്കികൾ കൊണ്ടുവന്ന മാങ്ങ ആയതുകൊണ്ടാണ് ഇതിന് പറങ്കി മാങ്ങ എന്ന് പറയുന്നത്. പറങ്കികൾ എന്ന് പറഞ്ഞാൽ നൺ അതർ ദാൻ പോർച്ചുഗീസ്. അപ്പോൾ പോർച്ചുഗീസുകാരാണ് കാഷ്യൂ ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവരത് കൊണ്ടുവന്നത് സൗത്ത് അമേരിക്കയിൽ നിന്നാണ്, പിന്നെ പോർച്ചുഗീസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ കാഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റോങ് ആണ്, നമ്മളിവിടെ നേറ്റീവായിട്ട് കാണുന്നില്ല, എക്സോട്ടിക് ആണ്. പപ്പായയുടെ കേസ് എടുക്കുകയാണെങ്കിൽ പോർച്ചുഗീസുകാരാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ പപ്പായും നേറ്റീവായിട്ട് കാണുന്നതല്ല. പക്ഷെ റെഡ് സാൻഡറിന്റെ കേസിൽ സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ കാണുന്ന സ്പീഷീസ് ആണ്. സോ when it comes to the answer A, only 1 is the correct answer. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സാൻഡൽവുഡിനെ കുറിച്ചാണ്. സാൻഡൽവുഡ് എന്ന് പറഞ്ഞാൽ ചന്ദനം. നമ്മൾ പിന്നെ രക്തചന്ദനത്തിനെ കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ് ഈസ് ചന്ദനം. ചന്ദനം എന്ന് പറയുന്നത് സെക്കൻഡ് മോസ്റ്റ് എക്സ്പെൻസീവ് വുഡ് ആണ് ലോകത്തിലെ തന്നെ. അപ്പൊ ഫസ്റ്റ് എക്സ്പെൻസീവ് ഏതാ? ഊത് എന്ന് പറയും. നമ്മൾ ഊതുമത്തർ എന്ന് കേട്ടിട്ടില്ലേ? ഊതുമത്തർ എന്ന് പറയുന്നത്, ഈ ഊത് എന്ന് പറയുന്ന ഒരു മരത്തിൽ നിന്നാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഈ ഊത് എന്ന് പറയുന്ന മരമാണ് മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള മരം. അതിൽ സെക്കൻഡ് മോസ്റ്റ് എക്സ്പെൻസീവ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് സാൻഡൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നാച്ചുറലി ഫൗണ്ട് ഇൻ സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് ഇൻ ഓസ്ട്രേലിയ ആസ് വെൽ. ഇവിടെയൊക്കെയാണ് ചന്ദനം കാണുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് വൾണറബിൾ അക്കോർഡിംഗ് ടു ദ IUCN റെഡ് ലിസ്റ്റ്. അതിലുള്ള അപ്പൊ എന്താണ് ഇതിന്റെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്? നമ്മൾ സാൻഡൽ ഓയിൽ, അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന സാൻഡൽ ഓയിലാണ് നമ്മൾ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതിന് കോസ്മെറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. കോസ്മെറ്റിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെന്റ് ആയിട്ട് യൂസ് ചെയ്യും, ഡിഫറെന്റ് സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും സാൻഡൽ ഓയിൽ. പിന്നെ മെഡിസിൻസിലൊക്കെ ചില ആയുർവേദ കൂട്ടുകളിലൊക്കെ സാൻഡൽ ഓയിൽ ഭയങ്കര അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്.
പിന്നെ ഒരു ഡിസീസ് ഉണ്ട്, സാൻഡൽ സ്പൈക്ക് ഡിസീസ്. അത് റീസെന്റ് ന്യൂസസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സാൻഡലിൽ ഭയങ്കരമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ, മറയൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് മരങ്ങൾ ഒത്തിരിയായിട്ട് ചത്തുപോകുന്നുണ്ട്, ഉണങ്ങി പോകുന്നുണ്ട്. അതൊക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു പ്രത്യേകതരം ഡിസീസസ് ആണ്. ആൻഡ് ദാറ്റ് ഡിസീസ് ഈസ് കോൾഡ് സാൻഡൽ സ്പൈക്ക് ഡിസീസസ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. സ്പൈക്ക് ഡിസീസസ് ഈസ് റിലേറ്റഡ് ടു ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ സാൻഡൽ ആണ് ആൻസർ. ആൻഡ് നെക്സ്റ്റ് ഈസ് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് ആൻഡ് ഇറ്റ്സ് ഓൾസോ കോൾഡ് IAS, ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ്. അപ്പോൾ പിന്നെ അതെന്താണെന്നാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാൻ പോകുന്നത്. ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് സ്വാഭാവികമായിട്ട് കാണാത്ത എക്സോട്ടിക് ആയിട്ടുള്ള പിന്നെ പ്ലാന്റ് ആയിരിക്കും ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ്. പക്ഷെ എല്ലാ എക്സോട്ടിക് പ്ലാന്റുകളും ഇൻവേസീവ് ആണോ? അല്ല. അവര് എക്സ്പ്ലോസീവ് ഗ്രോത്ത് കാണിക്കുന്ന സ്പീഷീസ് കൂടിയായിരിക്കും. ഭയങ്കര റാപ്പിഡ് ഗ്രോത്ത് കാണിക്കുന്ന സ്പീഷീസ് ആയിരിക്കും. അവർക്ക് റാപ്പിഡ് ഡിസ്പേഴ്സൽ ആയിരിക്കും, വളരെ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി. ഒത്തിരി സീഡ്സ് ഉണ്ടാക്കിയിട്ട്, ഒത്തിരി ഫ്ലവേഴ്സും സീഡ് ജനറേറ്റ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഡിസ്പേഴ്സ് ചെയ്തിട്ട് ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ കാണിച്ചുകൊണ്ട് തന്നെ ലാർജർ ഏരിയ പെട്ടെന്ന് തന്നെ ഇൻവേഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള പ്ലാന്റ് സ്പീഷീസിനെയാണ്, അല്ലെങ്കിൽ ആനിമൽ സ്പീഷീസിനെ നമ്മൾ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് നമ്മൾ പറയും. അതുപോലെ എൻവയോൺമെന്റൽ ടോളറൻസ്, വൈഡ് റേഞ്ച് ഓഫ് എൻവയോൺമെന്റൽ വേരിയബിൾസിൽ, അതായത് ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ, പിന്നെ ഹ്യൂമിഡിറ്റി നോക്കുകയാണെങ്കിൽ, ഓൾട്ടിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ, ഇവിടെയൊക്കെ വലിയൊരു വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ആൾട്ടിറ്റ്യൂഡിലൊക്കെ ഇവർക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ എക്സ്പ്ലോസീവ് ഗ്രോത്ത് ഉണ്ട്, ഹൈ റേറ്റ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ ഉണ്ട്, എൻവയോൺമെന്റൽ ടോളറൻസ് ഉണ്ട്. ഇതൊക്കെ വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? ഒരു എക്കോസിസ്റ്റത്തിൽ ഇത് കംപ്ലീറ്റ് ആയി ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്തിട്ട് അവിടെയുള്ള നേറ്റീവ് എക്കോസിസ്റ്റത്തിന് ഡാമേജ് ചെയ്യുക കൂടി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പൊതുവെ നമ്മൾ ഈ ചില സ്പീഷീസിൽ കണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെയുള്ള സ്പീഷീസുകളെയാണ് നമ്മൾ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് എന്ന് പറയുന്നത്. ഇത് പൊതുവെ നമ്മൾ മനുഷ്യന്മാർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്. നമ്മൾ ഒന്നുകിൽ ഡെലിബറേറ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തായിരിക്കും. അതിന്റെ പൂ കണ്ടിട്ട് ആഹാ നല്ല പൂ, നല്ല ഭംഗി, ഇതിനെ വീട്ടിൽ വളർത്തിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിക്കാറില്ല നമ്മൾ. അങ്ങനെ പിന്നെ ഈ ലോകത്തിലുള്ള പല ഭാഗത്തുനിന്നും ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നേക്കുന്ന സ്പീഷീസ് പിന്നീട് ഇവിടെ എന്തായി മാറി? ഇവിടെ വലിയ മെനസായിട്ട് മാറി. അപ്പൊ എങ്ങനെയാണ് ഈ മെനസാവുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, ഈ എല്ലാ എക്കോസിസ്റ്റത്തിലും നമ്മൾ ഈ പറയുന്ന പ്രഡേറ്റർ മെക്കാനിസം ഉണ്ടല്ലോ. ഒരു പ്ലാന്റ് ആണെങ്കിൽ അതിനൊരു പ്രഡേറ്റർ ഉണ്ടാവും. ഈ പ്ലാന്റിന്റെ പ്രഡേറ്റർ ആരാ? പ്ലാന്റിന്റെ പ്രഡേറ്റർ എന്ന് പറയുന്നത് പ്ലാന്റിൽ ഡിപ്പെൻഡ് ചെയ്ത് പ്ലാന്റിനെ ഫീഡ് ചെയ്യുന്ന പിന്നെ ഇൻസെക്റ്റുകളാവാം. ഇൻസെക്റ്റിന്റെ ലാർവയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഭയങ്കരമായിട്ട് പിന്നെ പ്ലാന്റിനെ ഫീഡ് ചെയ്തിട്ട് അതിനെ പിന്നെ കൺട്രോൾ ചെയ്യും, അതിന്റെ പോപ്പുലേഷൻ നാച്ചുറലി കൺട്രോൾ ചെയ്യും. അപ്പോൾ ഒരു പ്ലാന്റ് അതിന് നേറ്റീവ് ഹാബിറ്റാറ്റിൽ അതിനൊരു നേറ്റീവ് പ്രഡേറ്റർ കൂടി ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഹാബിറ്റാറ്റിൽ, നാച്ചുറൽ ഹാബിറ്റാറ്റിൽ ഇതിന്റെ പോപ്പുലേഷൻ കൺട്രോൾഡ് ആവുന്നത്. നേരെ മറിച്ച് ഈ പ്ലാന്റിന്റെ അടുത്ത് വേറൊരു ഹാബിറ്റാറ്റിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? സൗത്ത് അമേരിക്കയിലുള്ള ഒരു പ്ലാന്റിനെ എടുത്തിട്ട് നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അത് വളരും. പക്ഷേ അതിന്റെ പ്രഡേറ്റർ ഇവിടെ ഉണ്ടോ? ഇതിന്റെ പ്രഡേറ്റർ ഇവിടെ ഇല്ല. പ്രഡേറ്റർ നേറ്റീവ് എവിടെയാ? സൗത്ത് അമേരിക്കയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ പ്രഡേറ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഇതിന് ഒരു എക്സ്പ്ലോസീവ് ഗ്രോത്ത് ഉണ്ടാവും. ഇതിനെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. ഇതിന് ചിലപ്പോൾ ന്യൂട്രീഷൻ ധാരാളം ഉണ്ടാവും, ഇതിന് ചിലപ്പോൾ ടോളറൻസും ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട. പിന്നെ അവിടെയുള്ള ഹാബിറ്ററ്റ് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, ഒരു കൺട്രോൾ മെഷേഴ്സും ഇല്ലാണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്താണ് ഇത് ഇൻവേസിവിറ്റി കാണിക്കുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ എക്സോട്ടിക് സ്പീഷീസ് ഇൻവേസീവ് ആണോ? അല്ല. നമ്മൾ വളർത്തുന്ന ചില ഗാർഡൻ പ്ലാന്റ്സ് ഒന്നും അങ്ങനെ ഭയങ്കര ഒരു ഇൻവേസിവിറ്റി കാണിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ ചില സ്പീഷീസ്, ഹൈ ടോളറൻസ് ഉള്ള ചില സ്പീഷീസ്, ഈ പറയുന്ന പോലെ ഹൈ പിന്നെ റാപ്പിഡ് ഗ്രോത്ത് കാണിക്കുന്ന സ്പീഷീസ് ഇൻവേസീവ് ആയിട്ട് മാറാറുണ്ട്. ഒന്ന് ആ കാര്യം മനസ്സിലാക്കുക. പിന്നെ വേറൊരു കാര്യം, it damages the environment also, and it is called, the phenomenon is called allelopathy. നമ്മുടെ പ്ലാന്റ്സിൽ, ഈ പ്ലാന്റ്സ് ഇവരുടെ മെറ്റബോളിസത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് പല കെമിക്കൽസും ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഫോട്ടോസിന്തസിന്റെ ഭാഗമായിട്ട്, റെസ്പിറേഷന്റെ ഭാഗമായിട്ടൊക്കെ ബൈ പ്രോഡക്ട്സുകൾ പ്ലാന്റ്സിൽ ഉണ്ടാകുന്നുണ്ട്. ഇത് ചില കെമിക്കൽസ് ആണ്. ഈ ചില കെമിക്കൽസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കെമിക്കൽസ് വേറെ പ്ലാന്റ്സിനെ, അതിന്റെ ഗ്രോത്തിനെ ഹിൻഡർ ചെയ്യും. ഈ പറയുന്ന എന്തെങ്കിലും ഒരു പിന്നെ സോയിലോ അല്ലെങ്കിൽ വേരിലൊക്കെ ഈ കെമിക്കൽ ഉണ്ടാവും, ഇതിന്റെ പ്ലാന്റ് പാർട്ടിൽ ഈ കെമിക്കൽ ഉണ്ടാവും. അപ്പോൾ ഇത് ഈ സോയിൽ ഡീകമ്പോസ് ചെയ്യുമ്പോൾ സോയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കെമിക്കൽ വരും.
ഈ കെമിക്കല് നമ്മുടെ നേറ്റീവായിട്ടുള്ള പ്ലാന്റിന്റെ ഗ്രോത്തിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് പിന്നീട് ശാസ്ത്രലോകം കണ്ടെത്തുകയുണ്ടായി. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് അല്ലിലോപ്പതി. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡാമേജ് കൂടി ഈ ചില ഏലിയൻ സ്പീഷീസ് കാണിക്കാറുണ്ട്. ആ പ്രോസസ്സിനെ നമ്മൾ അല്ലിലോപ്പതി എന്ന് പറയുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ആൻഡ് ഈ ഒരു പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ഗ്രോത്ത് ഒക്കെ കാരണം ഒരു ഹൈ കോമ്പറ്റൻസ് ആണ് ഇവർ കാണിക്കുക. അത് നേറ്റീവ് സ്പീഷീസ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ നടക്കും. അപ്പൊ നേറ്റീവ് സ്പീഷീസ് നോക്കുമ്പോഴത്തേക്ക് എങ്ങനെയാ വരിക? നേറ്റീവ് സ്പീഷീസിന് ഇവിടെ അതിനൊരു പ്രൊഡേറ്റർ ഉണ്ട്, അതിന് പിന്നെ ഇവിടുത്തെ ഹാബിറ്റാറ്റ് ഒക്കെ ഓക്കെയാണ്. പക്ഷെ പ്രൊഡേറ്റർ ഉള്ളതുകൊണ്ട് ഇത് അധികം പൊങ്ങി വരാനൊന്നും പറ്റുന്നില്ല. അതേസമയത്ത് ഈ എൻറ്റയർ ഹാബിറ്റാറ്റ് ഓൾറെഡി ഓക്കുപ്പൈഡ് ആണ് ഈ പറയുന്ന ഇൻവേസീവ് കാരണം. സോ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. And we are going to discuss some of the examples of alien invasive species. നമ്മൾ പറഞ്ഞ ലെൻഡാന ക്യാമറ, നമ്മൾ കമ്മൽപ്പൂ അല്ല, കൊങ്ങിണിപ്പൂ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഗുലാമി എന്ന് പറയും, കൊങ്ങിണിപ്പൂ എന്ന് പറയും, അരിപ്പൂ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന സ്പീഷീസ് ആണ് ഈ ലെൻഡാന ക്യാമറ. സോ ലെൻഡാന ക്യാമറ ഈസ് എ ഇൻവേസീവ് സ്പീഷീസ്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് വെച്ചാൽ നമ്മൾ പറയുന്നത് നമുക്ക് സുപരിചിതമായിട്ടുള്ള സ്പീഷീസ് ആണ്. മുറിവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പച്ച ഇല എടുത്തിട്ട് അരച്ച് വെച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനമില്ല. അതിനൊരു മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ട്, പക്ഷെ അതിനൊരു ഇൻവേസീവ് പ്രോപ്പർട്ടി ഉണ്ട്. ക്രോമലീൻ എന്നാണ് അതിന് പറയാം. ആൻഡ് അക്കേഷ്യ അല്ലെങ്കിൽ വാറ്റിൽ, അക്കേഷ്യ എന്ന് പറയുന്നതും വാറ്റിൽ എന്ന് പറയുന്നതും ഒരു ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ് ആണ് കേട്ടോ. അപ്പം നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുക. അക്കേഷ്യ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നട്ടു, പക്ഷെ പിന്നീട് എന്ത് പറ്റി? ഇവിടെ ഇപ്പോൾ ഭയങ്കര ഇൻവേസിവിറ്റി കാണിക്കുന്ന സ്പീഷീസ് ആണ് അക്കേഷ്യ അല്ലെങ്കിൽ വാറ്റിൽ. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സ്പീഷീസ് ആണ് വാട്ടർ ഹയാസിന്ത്. നിങ്ങൾ പിന്നെ ചില വാട്ടർ ബോഡീസിലൊക്കെ, ചില എന്താ പറയുക, സിറ്റീസിനോട് ചേർന്നിട്ടുള്ള വാട്ടർ ബോഡീസിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒരു സ്പീഷീസ് ആണ് വാട്ടർ ഹയാസിന്ത്. അവർ എൻറ്റയർ എക്കോസിസ്റ്റത്തിനെ തന്നെ ചോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു പൂവാണ് അതിനുണ്ടാവുക. മയിൽപീലിയൊക്കെ ഡിസൈനൊക്കെ ആയിട്ട് റിസംബ്ലൻസ് കാണിക്കുന്ന ഒരു പൂവാണ് ഉണ്ടാവുക വാട്ടർ ഹയാസിന്തിന്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് എൻവയോൺമെന്റിന് ചോക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ വാട്ടർ ബോഡീസിനൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അവിടെയുള്ള ഫിഷസ് പോപ്പുലേഷനൊക്കെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതർ അക്വാട്ടിക് ആനിമൽസിനൊക്കെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി അടുത്ത പറയാനുള്ള ഒരു സ്പീഷീസ് ആണ് സെന്ന എന്ന് പറയും, അല്ലെങ്കിൽ സെന്ന സ്പെക്ടാബുലസ് എന്ന് ഇതിനെ പറയാറുണ്ട്. നമ്മൾ ഇതിനെ മഞ്ഞക്കൊന്നാന്ന് പറയും, രാക്ഷസക്കൊന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ റീസെന്റ് ന്യൂസസിലൊക്കെ ഭയങ്കരമായിട്ട് കാണുന്ന ഒരു സ്പീഷീസ് ആണ് സെന്ന എന്ന് പറയുന്നത്. കണിക്കൊന്നയൊക്കെ പോലെ നമുക്ക് തോന്നുമെങ്കിലും കണിക്കൊന്ന ഇസ് എ ഡിഫറെന്റ് സ്പീഷീസ്. ഇറ്റ്സ് കാഷ്യ ഫിസ്റ്റുല. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് സെന്ന അല്ലെങ്കിൽ സെന്ന സ്പെക്ടാബുലസ് എന്നും കൂടി പറയും. ഇത് ഇപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകയിലൊക്കെയുള്ള ഈ വയനാട് ബെൽറ്റിലൊക്കെ കാണുന്ന പ്രൊട്ടക്റ്റഡ് ഏരിയാസിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഡെവാസ്റ്റേഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് സെന്ന. അതൊരു ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് ആണ്. നമ്മൾ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ പൂ നല്ല ഭംഗിയാന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്ത് പറ്റി? ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് പിന്നെ പൂവും പിന്നെ മരങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുക വയനാട് കാടുകൾ മുഴുവൻ. പക്ഷെ അതെന്ത് സംഭവിക്കുന്നത്? നമ്മുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിന് മൊത്തം താളം തെറ്റിച്ചിരിക്കുകയാണ്. അതിന്റെ ചോട്ടിൽ ഒരൊറ്റ പുല്ല് പോലും മുളക്കില്ല. പുല്ല് പോലും മുളയ്ക്കാത്തതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊട്ടക്റ്റഡ് ഏരിയാസിലുള്ള ഹെർബിവോഴ്സിനൊക്കെ ആണെങ്കിലും ഫുഡ് ഇല്ലാണ്ടായി മാറിയിരിക്കുകയാണ്. അത് ഫുഡ് തേടിയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ഇൻവേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ സെന്ന ഈസ് എൻ എക്സാമ്പിൾ. ആൻഡ് ആഫ്രിക്കൻ സ്നെയിൽ, നമ്മൾ ആഫ്രിക്കൻ സ്നെയിൽ നമുക്കറിയാം, ചില സമയത്ത് ധാരാളം സ്നെയിൽസ് നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ടാവും. അത് പ്രോബബ്ലി ആഫ്രിക്കൻ സ്നെയിലായിരിക്കും. അതും ഒരു ഇൻവേസീവ് സ്പീഷീസ് ആണ്. അതും ഒരു ഇൻട്രൊഡ്യൂസ്ഡ് സ്പീഷീസ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആൻഡ് ഇപ്പോൾ റീസെന്റ് ന്യൂസിലൊക്കെ കാണുന്ന ഒരു സ്പീഷീസ് ആണ് റെഡ് ഇയേർഡ് സ്ലൈഡർ എന്ന് നമ്മൾ പറയും. റെഡ് ഇയേർഡ് സ്ലൈഡർ എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഓഫ് ടേർട്ടിലാണ്. സ്പീഷീസ് ഓഫ് നമ്മൾ ടോട്ടോയ്സ് എന്ന് പറയില്ല, ടോട്ടോയ്സ് ആൻഡ് ടേർട്ടിൽസ് ആർ ഡിഫറെന്റ്. പക്ഷെ ആമ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ആ ഒരു സ്പീഷീസ് ആണ് റെഡ് ഇയേർഡ് സ്ലൈഡർ. ഈ റെഡ് ഇയേർഡ് സ്ലൈഡർ എന്ന് പറയുന്നത് നമ്മൾ അക്വേറിയത്തിൽ വളർത്തുന്ന ഒരു ആമയുടെ സ്പീഷീസ് ആയിരുന്നു. അതെന്ത് ചെയ്തു? അക്വേറിയത്തിൽ നമ്മൾ ആദ്യം ഇത് വളർത്തുമെങ്കിലും പിന്നീട് നമ്മൾ അതിന്റെ രസം അങ്ങ് പോകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ പിടിച്ചിട്ട് നമ്മുടെ കുളത്തിലിടും. കുളത്തിലിട്ട് കഴിഞ്ഞാൽ ഇവിടുന്നാണെങ്കിൽ ഇത് പിന്നെ അമ്മാതിരി വളർച്ചയാണ്. മാത്രമല്ല ഇവിടെയുള്ള നേറ്റീവ് ആമേനെയും ഇത് കൊല്ലും, അല്ലെങ്കിൽ ഇവരുമായിട്ട് കോമ്പറ്റീഷൻ നടത്തിയിട്ട് പിന്നെ ഇവിടുത്തെ എക്കോസിസ്റ്റത്തിനെ താറുമാറാക്കും. സോ റെഡ് ഇയേർഡ് സ്ലൈഡർ ഈസ് എൻ എക്സാമ്പിൾ. പിന്നെ ഇന്ത്യൻ ബുൾ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ നേറ്റീവ് ആയിട്ടുള്ള ഫ്രോഗാണ്. നമ്മുടെ കേരളത്തിൽ ഇത് നേറ്റീവ് ആണ്. കേരളത്തിൽ അത് ഇൻവേസിവിറ്റി കാണിക്കുന്നില്ല, പക്ഷെ അത് ആൻഡമാനിൽ ഇൻവേസിവിറ്റി കാണിക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്.
സോ അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ നോക്ടിലൂക്ക എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഓഫ് മൈക്രോബാണ്. ഈ നമ്മള് ബയോലുമിനിസെൻസ് കാണിക്കുന്ന ഒരു മൈക്രോബാണ്. അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പക്ഷെ ഇത് ഭയങ്കരമായിട്ടുള്ള മെനസ് സൃഷ്ടിക്കുന്ന, എക്കോസിസ്റ്റത്തിന് ഇംബാലൻസസ് ഉണ്ടാക്കുന്ന ഒരു സ്പീഷീസ് ആണ് നോക്ടിലൂക്ക എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഗോൾഡ് ഫിഷ്. നമ്മൾ ഈ പറഞ്ഞില്ലേ നേരത്തെ റെഡ് ഇയേർഡ് സ്ലൈഡറിന് സംഭവിച്ച സെയിം പ്രോസസ്സ് തന്നെയാണ്. ഗോൾഡ് ഫിഷ് നമുക്ക് ആദ്യമൊക്കെ നല്ല രസമായിരിക്കും വളർത്താൻ, പക്ഷെ പിന്നീട് എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ വളർത്താനുള്ള മടി കാരണം നമ്മൾ നമ്മുടെ തൊടിയിലേക്കോ അല്ലെങ്കിൽ കിണറ്റിലേക്കോ കുളത്തിലേക്കൊക്കെ ഇടും. അവിടെ കിടന്നത് ഒരുമാതിരി വളർച്ചയായിരിക്കും. അത് പിന്നീട് ഇൻവേസീവ് ആയിട്ട് മാറും. അമേരിക്കയിലൊക്കെ കുറെ സ്ഥലങ്ങളിലൊക്കെ ഗോൾഡൻ ഫിഷ് ഒക്കെ ഇപ്പോൾ ഇൻവേസീവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ദ സ്നോഫ്ലേക്ക് കോറൽ. കോറലിന്റെ അകത്ത് തന്നെയുള്ള ഒരു ഇൻവേസീവ് സ്പീഷീസ് ആണ് സ്നോഫ്ലേക്ക് കോറൽ. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കോറലാണ്, പക്ഷെ ഇത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഇന്ത്യൻ കോസ്റ്റിലൊക്കെയുള്ള കോറൽസിനൊക്കെ ഭയങ്കരമായിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് എ ട്രീ സ്പീഷീസ് വിച്ച് ഈസ് പ്രോസോപ്പിസ് ജൂലിഫ്ലോറ. ഈ പ്രോസോപ്പിസ് ജൂലിഫ്ലോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാനിലൊക്കെ മരുഭൂമിയിലൊക്കെ നമ്മൾ അഗ്രോ ഫോറസ്ട്രി പ്രാക്ടീസസിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മരമാണ്. അത് പിന്നീട് വളർന്നിട്ട് ഭയങ്കരമായിട്ടുള്ള മെനസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. So we are going to discuss a previous year question. Why is a plant called Prosopis juliflora often mentioned in news? എന്തുകൊണ്ടാണ് പ്രോസോപ്പിസ് ജൂലിഫ്ലോറ ഓഫൻ ന്യൂസിൽ മെൻഷൻ ചെയ്തേക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇറ്റ്സ് എക്സ്ട്രാക്ട് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ കോസ്മെറ്റിക്സ്. ഇതിന്റെ എക്സ്ട്രാക്ട് കോസ്മെറ്റിക്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വിച്ച് മെ നോട്ട് ബി ട്രൂ. It tends to reduce the biodiversity in the area in which it grows. അത് സാധ്യത ഉണ്ട്. Third one is its extract is used in the synthesis of pesticide. None of the above. നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഓപ്ഷൻ ബി ഇറ്റ് ടെൻസ് ടു റെഡ്യൂസ് ദ ബയോഡൈവേഴ്സിറ്റി ഇൻ ദ ഏരിയ ഇൻ വിച്ച് ഇറ്റ് ഗ്രോസ് എന്ന് പറയുന്നുണ്ട്. അതായത് ഇത് ഗ്രോ ചെയ്യുന്ന ഏരിയാസിലുള്ള ബയോഡൈവേഴ്സിറ്റി, നമ്മൾ പറഞ്ഞല്ലോ ഏലിയൻ ഇൻവേസീവിന്റെ കേസിൽ അത് അവിടെയുള്ള നേറ്റീവ് ബയോഡൈവേഴ്സിറ്റിനെ ഭയങ്കരമായിട്ട് ഹിൻഡർ ചെയ്യുന്നുണ്ട്. സോ ദ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ് ആണ്. ചില സ്പീഷീസ് നമ്മുടെ എക്കോസിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് അവരുടെ റോൾ അനുസരിച്ചിട്ട് അവര് ചില ടാഗ് ലൈൻ അവർക്ക് കൊടുക്കാറുണ്ട്. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് പറയാൻ പോകുന്നത് കീ സ്റ്റോൺ സ്പീഷീസിനെ കുറിച്ചാണ്. കീ സ്റ്റോൺ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ കീ സ്റ്റോൺ എന്ന് പറയില്ല, അല്ലെങ്കിൽ നാഴികക്കല്ല് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. പ്ലാന്റ് ഓർ ആനിമൽ ദാറ്റ് പ്ലേസ് എ യുണീക്ക് ആൻഡ് ക്രൂഷ്യൽ റോൾ ഇൻ ദ വേ എൻ എക്കോസിസ്റ്റം ഫങ്ഷൻസ്. If the species were to disappear from the ecosystem, no other species would be able to fill its space. അപ്പോൾ അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ അത്രയും റോള് വഹിക്കുന്ന അതിന്റെ ആബ്സെൻസ് ആ എക്കോസിസ്റ്റത്തിന് ഡാമേജ് ഉണ്ടാക്കും, അല്ലെങ്കിൽ വേറൊരു ആനിമൽ കൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കേസ് വരുമ്പോൾ ആ സ്പീഷീസിനെയാണ് നമ്മൾ കീ സ്റ്റോൺ സ്പീഷീസ് എന്ന് പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ ഈ പറയുന്ന ഫിഗ് ട്രീ. ഓക്കെ, നിങ്ങൾ ആൽമരങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ആൽമരങ്ങളുടെ കേസ്, ആൽമരങ്ങൾ ഈ പറയുന്ന എന്താ പറയാ ഫ്രൂട്ട് ചെയ്യുന്ന സമയത്ത്, ആൽമരങ്ങൾ ഫ്രൂട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഗ്രിഗിയറസ് ആയിട്ടായിരിക്കും ഇത് ഫ്രൂട്ട് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാല് ഒത്തിരി ബേർഡ്സ്, ഒത്തിരി ഇൻസെക്റ്റുകള്, ഈവൻ മാമൽസുകളൊക്കെ ഈ ആൽമരത്തിനെ ആശ്രയിക്കുന്ന കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആൽമരം ആസ് എ ഫുഡ് സോഴ്സ് എന്നുള്ള രീതിയിൽ, ഷെൽട്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ള എക്കോസിസ്റ്റം ഫങ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആൽമരത്തിന് നമ്മൾ കീ സ്റ്റോൺ സ്പീഷീസ് ആയിട്ട് പറയാറുണ്ട്. അതുപോലെ ഹണിബി പോളിനേഷനിൽ ഹണിബി വഹിക്കുന്ന റോള് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ്. അത് വേറൊരു സ്പീഷീസ് ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ബട്ടർഫ്ലൈസ് ഒന്നും ഇത്രയും എഫിഷ്യൻ്റ് അല്ല ബീനെക്കാളും. അപ്പോൾ എൻറ്റയർ എക്കോസിസ്റ്റത്തിന്റെ ബാലൻസ് കീപ്പ് ചെയ്യുന്നതിൽ ബീസ് ഭയങ്കരമായിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. സോ ഹണിബി ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ കീസ്റ്റോൺ സ്പീഷീസ്. മൂന്നാമത് പറയുകയാണെങ്കിൽ സീ ഓട്ടേഴ്സ്. ഓട്ടർ എന്ന് പറഞ്ഞാൽ നീർനായാണ് കേട്ടോ. സീ ഓട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീയിൽ കാണുന്ന, സീ ഹാബിറ്ററ്റിൽ കാണുന്ന ഓട്ടേഴ്സ് ആണ് സീ ഓട്ടേഴ്സ്. നല്ല 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 കക്ഷികൾ. നമ്മൾ അവിടെ
നമ്മൾ വെള്ളത്തിലൊക്കെ കുളിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ അതിന്റെ വീഡിയോസ് ഒക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ കാണാം. ഭയങ്കര ഭംഗിയായിട്ടുള്ള അഡോറബിൾ ആയിട്ടുള്ള ഒരു സ്പീഷീസ് ഓഫ് ഓട്ടറാണ് സീ ഓട്ടർ എന്ന് പറയുന്നത്. ഇത് കാണുന്നത് കാലിഫോർണിയയുടെയും US-ന്റെ ഒക്കെ തീരത്ത്, അലാസ്കയുടെ ഒക്കെ തീരത്തൊക്കെയാണ് സീ ഓട്ടേഴ്സ് മെയിൻ ആയിട്ട് കാണുക. അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സാങ്ച്വറി ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇവര് കീ സ്റ്റോൺ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സീ ഏർച്ചിൻസ്, അല്ലെങ്കിൽ നമ്മള് പിന്നെ എന്താ പറയാ കടലിൽ കാണുന്ന ഒരു പ്രത്യേകതരം പിന്നെ ഓർഗാനിസം ആണ് സീ ഏർച്ചിൻസ്. സീ അർച്ചിൻസ് ഒരു മുള്ളുകൾ പോലെയുള്ള ഒരു പിന്നെ ധാരാളം ശരീരത്തിൽ മുള്ളുകൾ പോലെ തോന്നുന്ന ഒരു സ്പീഷീസ് ആണ് സീ അർച്ചിൻസ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കരമായിട്ടുള്ള എക്കോസിസ്റ്റം ഡീസ്റ്റെബിലൈസേഷന് കാരണമാവുന്ന ഒരു സ്പീഷീസ് ആണ്. അതിനെ കൺട്രോൾ ചെയ്യുന്നതിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു ഓർഗാനിസം ആണ് സീ ഓട്ടർ എന്ന് പറയുന്നത്. അപ്പൊ വിത്തൗട്ട് സീ ഓട്ടർ ആ പ്രഡേറ്റർ ആ എക്കോസിസ്റ്റത്തിന് പോവുകയും ഈ സീ അർച്ചിൻസ് എക്കോസിസ്റ്റത്തിന് ഇംബാലൻസ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ സീ ഓട്ടർ ഇത് കീ സ്റ്റോൺ സ്പീഷീസ്. അതുപോലെ നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, വൾച്ചേഴ്സ് while acting as a scavenger is also a keystone species എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് വൺ ഈസ് അംബ്രല്ല സ്പീഷീസ്. അംബ്രല്ല സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ നെയിം ഇൻഡിക്കേറ്റ് അതൊരു പിന്നെ എന്താണ് ഒരു അംബ്രല്ലയായിട്ട് ആക്ട് ചെയ്യും. അംബ്രല്ലയായിട്ട് ആക്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അംബ്രല്ലയായിട്ട് പിന്നെ മാറി അതിന് ചോട്ടിലുള്ള എല്ലാ സ്പീഷീസിനെയും അത് പ്രൊട്ടക്ട് ചെയ്യും. അതായത് ദ കൺസർവേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദീസ് സ്പീഷീസ് ഇൻഡയറക്ട്ലി അഫക്ട്സ് ദ കൺസർവേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് അതർ സ്പീഷീസ് വിത്തിൻ ദിയർ എക്കോസിസ്റ്റം. നമ്മൾ ടൈഗറിന്റെ കേസിൽ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ടൈഗർ നമ്മുടെ കാണുന്ന എല്ലാ എക്കോസിസ്റ്റത്തിലും ടൈഗർ ഉണ്ട്. അപ്പൊ നമ്മൾ ടൈഗറിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ എക്കോസിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യണം. ആ എക്കോസിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ എന്താവും? അവിടെ ഉള്ള ബാക്കി സ്പീഷീസ് കൂടി പ്രൊട്ടക്റ്റഡ് ആയിട്ട് മാറും. സോ ആ ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ ആ ഒരു സ്പീഷീസിന്റെ ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ അംബ്രല്ല എഫക്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത്തരം സ്പീഷീസുകൾ നമ്മൾ അംബ്രല്ല സ്പീഷീസ് എന്ന് വിളിക്കും. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്പീഷീസിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കൺസെപ്ച്വൽ ഡിഫറൻസസ് കീസ്റ്റോൺ സ്പീഷീസും അംബ്രല്ല സ്പീഷീസും തമ്മിലുള്ള കൺസെപ്ച്വൽ ഡിഫറൻസസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. കീസ്റ്റോൺ സ്പീഷീസ് നമുക്ക് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ആ സ്പീഷീസിനെ വെച്ചിട്ട് വേറെ സ്പീഷീസിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അംബ്രല്ല സ്പീഷീസ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ആ സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എക്കോസിസ്റ്റത്തിനെയും എൻറ്റയർ കമ്മ്യൂണിറ്റിനെയും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ടൈഗറിന്റെ കേസ് നമ്മൾ പറഞ്ഞു. അതുപോലെ നീലഗിരി താറ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നീലഗിരി താറ് ഹൈലാൻഡ് എലിവേഷൻസ്, ഹൈ എലിവേഷൻ ഗ്രാസ് ലാൻഡ്സിലുള്ള ഒരു മേജർ സ്പീഷീസ് ആണ്. ആ സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ആ ഗ്രാസ് ലാൻഡ്സ് പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ ഗ്രാസ് ലാൻഡ്സ് പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള മറ്റ് ഗ്രാസ് ലാൻഡ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള സ്പീഷീസിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. സോ നീലഗിരി താറ് ഈസ് ഓൾസോ എൻ അംബ്രല്ല സ്പീഷീസ്. അതുപോലെ ഗ്രിസ്ലി ബിയർ കാണുന്നത് ഈ അമേരിക്കൻ കാനഡ, അലാസ്ക പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്. ഈ ഗ്രിസ്ലി ബിയർ എന്ന് പറയുന്നത് ഇതേപോലെയുള്ള ഹൈ എലിവേഷൻസിലൊക്കെ കാണുന്ന ബിയേഴ്സ് ആണ്. അവരവിടെയുള്ള എക്കോസിസ്റ്റം പ്രൊട്ടക്ട് ചെയ്യാൻ ഭയങ്കരമായിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. സോ പ്രൊട്ടക്ടിങ് ഗ്രിസ്ലി ബിയേഴ്സ് വിൽ ഇവൻച്വലി പ്രൊട്ടക്ട് ദ എൻറ്റയർ എക്കോസിസ്റ്റം ആൻഡ് ദ സ്പീഷീസ് വിച്ച് ആർ ലിവിംഗ് ഇൻ ദാറ്റ് എക്കോസിസ്റ്റം ആസ് വെൽ. സോ നെക്സ്റ്റ് സ്പീഷീസ് ഈസ് ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ്. പിന്നെ അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്പീഷീസ് സെലക്ടഡ് ടു ആക്ട് ആസ് എൻ അംബാസഡർ. അപ്പൊ അത് മനസ്സിലാക്കേണ്ടത് ദ സ്പീഷീസ് സെലക്ടഡ് ടു ആക്ട് ആസ് എൻ അംബാസഡർ. നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആയിരിക്കും. നമ്മളൊരു ഏരിയ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഐക്കണായിട്ട് ചൂസ് ചെയ്യും. അപ്പോൾ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസിന്റെ കേസിൽ നമ്മളത് സെലക്ട് ചെയ്യുന്ന ഒരു സ്പീഷീസ് ആണ്. ആ എക്കോസിസ്റ്റത്തിന്റെ ഒരു ഐക്കണായിട്ട്, ഒരു സിമ്പിളായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്പീഷീസ് ആണ് ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് എന്ന് പറയുന്നത്. അത് ഗോറിന് നമ്മൾ പറമ്പിക്കുളം ടൈഗർ റിസർവിൽ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് ആയിട്ട് പരിഗണിക്കാറുണ്ട്. പറമ്പിക്കുളം ടൈഗർ റിസർവിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അവിടെ കാണുന്ന അവര് പ്രൊവൈഡ് ചെയ്യുന്ന സുവനീസിലൊക്കെ പറമ്പിക്കുളം അവിടെ ഗോറിന്റെ ഒരു ഐക്കണാണ് നമുക്ക് കാണാൻ പറ്റുക പൊതുവെ. സോ ഗാലക്സി ഫ്രോഗ് എന്ന് പറഞ്ഞൊരു ഫ്രോഗ് ഉണ്ട്. ഗാലക്സി ഫ്രോഗ് നമ്മുടെ മദികട്ടാൻചോല നാഷണൽ പാർക്കിന്റെ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് ആയിട്ട് റീസെന്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബാൾഡ് ഈഗിൾ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കാണില്ല, യുഎസിലൊക്കെയാണ് കാണുന്നത്. നമുക്ക് ഈ നമ്മുടെ കൃഷ്ണപ്പരുന്തൊക്കെ ആയിട്ട് സാമ്യം തോന്നുമെങ്കിലും അത് കൃഷ്ണപ്പരുന്തല്ല. Bald eagle is a different species and is found in US. അപ്പോൾ അവിടെയുള്ള എക്കോസിസ്റ്റത്തിന്റെ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് ആയിട്ട് ബാൾഡ് ഈഗിളിനെ പറയാറുണ്ട്. അതിന്റെ ഹെൽത്തിന്റെ ഒക്കെ ആയിട്ടുള്ള ഐക്കൺ ആയിട്ട് ബാൾഡ് ഈഗിളിനെ പറയാറുണ്ട്. സോ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് ഈസ് ഇൻഡിക്കേറ്റർ സ്പീഷീസ്. ഇൻഡിക്കേറ്റർ സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അവര് an organism that is used to qualitatively assess an environmental change
or the presence or absence of an organism can be used to indicate the health of the environment. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നും, അതായത് ഒരു എൻവയോൺമെന്റിന്റെ ഹെൽത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പീഷീസിലാണ് ഇൻഡിക്കേറ്റർ സ്പീഷീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ കേസ് ഓഫ് ഫ്രോഗ്സ്, we know that frogs are having a very delicate skin. അപ്പോൾ ഈ നാച്ചുറൽ ഉണ്ടാകുന്ന എന്ത് കെമിക്കൽ ഇന്റർവെൻഷൻസോ അല്ലെങ്കിൽ അവിടെ നിന്ന ഡിസ്റ്റർബൻസോ ഈ പറയുന്ന ഫ്രോഗ്സിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സോ പൊല്യൂഷൻ, എക്കോളജിക്കൽ ഡിസ്റ്റർബൻസസ്, അപ്പോൾ അതൊക്കെ ഫ്രോഗ്സിനെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഫ്രോഗ്സ് മുമ്പ് ധാരാളമായിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഫ്രോഗ്സിന്റെ എണ്ണം ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ ഏരിയ ഈസ് ഗെറ്റിംഗ് പൊല്യൂട്ടഡ് എന്നുള്ള ഒരു കേസ്. അപ്പോൾ ഫ്രോഗ്സ് ഒരു ഇൻഡിക്കേറ്റർ സ്പീഷീസ് ആയിട്ട് പറയാറുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു ഇൻഡിക്കേറ്റർ സ്പീഷീസ് ആണ് ലൈക്കണുകൾ. ലൈക്കണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മരങ്ങളിലും ചില സമയത്ത് പാറകളിലൊക്കെ ഫംഗസ് പോലെയുള്ള ഒരു സാധനം കാണാൻ പറ്റും. അതിനാണ് നമ്മൾ ലൈക്കൺ എന്ന് പറയുന്നത്. ഈ ലൈക്കൺ പലപ്പോഴും ഒരു പൊല്യൂഷന്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ പറയാറുണ്ട്. പൊല്യൂഷന്റെ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫോസ്ഫറസ് അല്ലെങ്കിൽ സൾഫറിന്റെ ഒക്കെ പൊല്യൂഷൻ എയറിലുണ്ടാകുന്ന സമയത്ത് ഈ ലൈക്കൺസ് അവിടെ ഉണ്ടാവാറില്ല. സോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നിങ്ങളുടെ നാട്ടിൻ പുറത്താണ് നിങ്ങളുടെ വീടെങ്കിൽ ലൈക്കൺസ് ധാരാളം ഉണ്ടാവും അവിടെ. നേരെ മറിച്ച് അർബൻ ഏരിയാസിലാണ് വീടെങ്കിൽ അവിടെയുള്ള മരങ്ങളൊന്നും ലൈക്കൻസ് ഭയങ്കര കുറവായിരിക്കും. അതിന്റെ അർത്ഥം അർബൻ ഏരിയാസ് ആർ പൊല്യൂട്ടഡ്, മെയിൻലി ഡ്യൂ ടു വെഹിക്കുലർ എമിഷൻ. സൾഫറിന്റെ ഒക്കെ പൊല്യൂഷൻ കാരണമാണ് അങ്ങനെ ഉണ്ടാവുന്നത്. ആൻഡ് ഫിഷസ് ആർ ഓൾസോ ഇൻ ഇൻഡിക്കേറ്റർ സ്പീഷീസ്. സംടൈംസ് ഫിഷസിന്റെ ഒക്കെ ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള ബോഡി ആയതുകൊണ്ട് തന്നെ ചെറിയ എൻവയോൺമെന്റൽ ഡിസ്റ്റർബൻസ്, പൊല്യൂഷൻ ഒക്കെ ഫിഷസിനെ ഭയങ്കരമായിട്ട് ഹാം ചെയ്യാറുണ്ട്. സോ ഫിഷസ് ആർ ഓൾസോ എൻ എക്സാമ്പിൾ ഓഫ് ഇൻഡിക്കേറ്റർ സ്പീഷീസ്. ക്ലാസ്സസ് ഓൾമോസ്റ്റ് സ്ലൈഡ്സ് ഒക്കെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഇതിന്റെ പുറത്തുനിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ഒരു ജനറൽ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള സ്പീഷീസ് ലെവൽ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, which of the following leaf modifications occurs in the desert areas to inhibit water loss? അതായത് ഡെസേർട്ട് ഏരിയാസിൽ പിന്നെ അവർക്ക് ഭയങ്കര വാട്ടർ ലോസ് ഉണ്ടാവും പ്ലാന്റ്സിന്. അപ്പൊ അതിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ആണ് ഇവർക്കുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഹാർഡ് ആൻഡ് വാക്സി ലീവ്സ്. നിങ്ങൾ ഈ പിന്നെ ഫോട്ടോയിൽ കണ്ടോ, ഇതൊരു കാക്ടസിന്റെ ഫോട്ടോയാണ്. അതിന്റെ ലീഫ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ഹാർഡായിട്ടുള്ള തിക്കായിട്ടുള്ള ലീഫാണ് ഇവർക്ക് ഉണ്ടാവുക. സോ ദ ഓപ്ഷൻ 1 is true. 1 is true. ടൈനി ലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കാണുന്ന ലീവ്സിനെക്കാളും ചെറിയ ലീവ്സ് ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. അതും ട്രൂ തന്നെയാണ്. നമ്മൾ കാക്ടസിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, കാക്ടസ് ഒക്കെ ടൈനി ലീവ്സ് ഉള്ള അല്ലെങ്കിൽ ഹാർഡ് ആയിരിക്കും, വാക്സി ലീഫ് ആയിരിക്കും, പക്ഷെ ടൈനി ലീഫ് കൂടിയായിരിക്കും. അതും ട്രൂ ആണ്. ഇനി തോൺസ് ഇൻസ്റ്റെഡ് ഓഫ് ലീഫ്. നിങ്ങൾ ഈ ഫോട്ടോയിൽ ഇവിടെ ശ്രദ്ധിച്ചോ, ഈ ഫോട്ടോയിൽ ഇവിടെ പിന്നെ ഇവിടെ ലീഫ് കാണുന്നില്ല. ഈ മെയിൻ ആയിട്ട് ഈ ഗ്ലോബൽ ഷേപ്പിൽ കാണുന്ന ഇതെന്ന് പറയുന്നത് അതിന്റെ സ്റ്റെം ആണ്. ഈ സ്പൈൻ ആണെങ്കിലോ അത് ശരിക്കും ലീഫാണ്. ആ ലീഫ് മോഡിഫൈഡ് ആയിട്ട് സ്പൈനായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ തോൺസ് ഇൻസ്റ്റെഡ് ഓഫ് ലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്ടസിന്റെ കേസിൽ അത് ശരിയായിട്ടുള്ള ഒരു പിന്നെ എന്താണ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ എല്ലാ സ്റ്റേറ്റ്മെന്റും ഈ കേസിൽ ശരിയാണ്. സോ 1, 2 and 3 ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, consider the following statements. Some species of turtles are herbivores. Some species of fish are herbivores. Some species of marine mammals are herbivores. Some species of snakes are viviparous. ഇതിൽ ഈ എല്ലാ സ്റ്റേറ്റ്മെന്റിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ബിക്കോസ് ഓഫ് ദ യൂസ് ഓഫ് ദ വേർഡ് സം. ഇവിടെ സം യൂസ് ചെയ്തുകൊണ്ട് ഇവര് ചില സ്പീഷീസുകൾക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടാവാന്നാണ് എക്സാം പറയുന്നത്. അപ്പൊ നമുക്കറിയാലോ, ഈ ലോകത്തിൽ തന്നെ ധാരാളം സ്പീഷീസ് ഉണ്ട്. ഈ ടേർട്ടിൽസിന്റെ കൂട്ടത്തില് സം സ്പീഷീസസ് ക്യാൻ ബി ഹെർബിവോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി ട്രൂ. കാരണം നിങ്ങൾക്കറിയാം, ആമകള് പിന്നെ നമ്മുടെ അക്വാട്ടിക് ഹാബിറ്റാറ്റ്സിലാണ് കാണുക. അക്വാട്ടിക് ഹാബിറ്റാറ്റ്സിൽ അവർ ഫിഷസിനെ പിന്നെ ഫീഡ് ചെയ്യുന്നുണ്ടാവാം, ചില സമയത്ത് പ്ലാന്റ്സിനെ ഫീഡ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നോർമലി അവരുടെ പിന്നെ നിങ്ങൾ ഫീഡിങ് ബിഹേവിയേഴ്സ് നോക്കുകയാണെങ്കിൽ സം സ്പീഷീസ് ഓഫ് ടർട്ടിൽസ് ഹെർബിവോർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ
this statement we can take it as true statement. അതുപോലെ നിങ്ങൾ ഫിഷസിന്റെ കേസിൽ പറയണമെങ്കിൽ നിങ്ങൾ അക്വേറിയത്തിൽ കണ്ടിട്ടുണ്ടോ? അക്വേറിയത്തിൽ നമ്മൾ വാട്ടർ പ്ലാന്റ്സ് വെച്ച് കഴിഞ്ഞാൽ ഫിഷസ് വന്ന് തിന്നുന്ന കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഫിഷസ് ഹെർബിവോസ് ആയിട്ടുള്ള ഫിഷസ് ഇവിടെയുണ്ട്. സോ സം സ്പീഷീസ് ഓഫ് ഫിഷസ് ആർ ഹെർബിവോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. സം സ്പീഷീസ് ഓഫ് മറൈൻ മാമൽസ് ആർ ഹെർബിവോസ്. നമ്മൾ നേരത്തെ ഡുഗോങ്ങിന്റെ കേസിൽ പറഞ്ഞു ഇറ്റ്സ് എ മറൈൻ മാമൽ ആൻഡ് ഡുഗോങ് ഇസ് എ ഹെർബിവോറസ് മാമൽ. സോ സം സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ശരിയാണ്. The fourth statement is some species of snakes are viviparous. Viviparous എന്ന് പറഞ്ഞാൽ the ability of an organism to deliver its young one. അതായത് നമ്മൾ പ്രസവിക്കാനുള്ള ശേഷിയാണ് നമ്മൾ viviparous എന്ന് പറയുന്നത്. മുട്ടയിടാനുള്ള ശേഷിയോ അതിനെ oviparous എന്ന് പറയും. എല്ലാ സ്നേക്കുകളും oviparous ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുട്ടയിടുന്ന എബിലിറ്റിയാണ്. അപ്പോൾ സ്നേക്സുകൾ പൊതുവെ മുട്ടയാണ് ഇടാറ്. നേരെ മറിച്ച് ചില സ്പീഷീസ് നമ്മൾ അണലിനൊക്കെ നമ്മൾ പറയുമല്ലോ, അണലി അതുപോലെ സാൻബോവ എന്നൊക്കെ പറഞ്ഞ 1-2 സ്പീഷീസ് ഓഫ് സ്നേക്സ് ഉണ്ട്. അപ്പോൾ അവര് വിവിപാരസ് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സം സ്പീഷീസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കുറെ സ്പീഷീസ് മുട്ടയിടുന്നെങ്കിൽ ചില സ്പീഷീസ് മുട്ടയിടാതിരിക്കാനുള്ള ചാൻസ് നമുക്ക് ഉണ്ട്. അതുപോലെ അണലിയൊക്കെ നമ്മൾ പണ്ടും കേട്ടിട്ടുണ്ട്, അണലിയൊക്കെ പ്രസവിക്കുക ചെയ്യുന്നതെന്നുള്ള കേസ്. അപ്പോൾ ഈ വിവിപാരസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാവാനുള്ള സാധ്യതയുണ്ട്. സോ ഓൾ ദ സ്റ്റേറ്റ്മെന്റ്സ് ഹിയർ ആർ ട്രൂ ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾ ഈ പ്രിലിംസിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസിന് അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അത് ശരിയാവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓൾ ടേർട്ടിൽസ് ആർ ഹെർബിവോസ് എന്ന് പറഞ്ഞു വെച്ചോ. ഓൾ ടേർട്ടിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ ടേർട്ടിൽസും ഹെർബിവോസ് ആയിരിക്കണം. അവിടെ ഒരു എക്സെപ്ഷൻ പോലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അതേപോലെ ചില സ്റ്റേറ്റ്മെന്റുകൾ എന്താണ് ഇപ്പോൾ ഓൺലി വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ, ഓൾ വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ, ഇങ്ങനെയൊക്കെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെ കൈകാര്യം ചെയ്യണം. നേരെ മറിച്ച് ജനറൽ ആയിട്ടുള്ള സം പോലെയുള്ള സ്റ്റേറ്റ്മെന്റ്, പിന്നെ മെനി സ്പീഷീസ് അങ്ങനെയൊക്കെ പറയുന്ന ഒരു ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പലപ്പോഴും ശരിയാവാനുള്ള സാധ്യതയുണ്ട്. ബട്ട് യു ഷുഡ് റീഡ് ഇറ്റ് വിത്ത് കോഷൻ. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെ കൈകാര്യം ചെയ്യണം. പക്ഷെ ഇങ്ങനെയുള്ള ജനറൽ സ്റ്റേറ്റ്മെന്റുകൾ പൊതുവെ ശരിയാവാനുള്ള സാധ്യത പ്രിലിമിനറി എക്സാമിനേഷനിൽ ഉണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് in the nature which of the following is or are most likely to be found surviving on a surface without soil. സോയിൽ ഇല്ലാതെ സർവൈവ് ചെയ്യാൻ ചാൻസ് താഴെ പറയുന്നതിൽ ഏതിനൊക്കെയാണ് എന്നാണ്. മോസ്റ്റ് ലൈക്ലി ടു ബി ഫൗണ്ട് ആണെന്ന് ചോദിക്കുന്നത്. ഫേൺസ്, നിങ്ങൾ ഫേൺസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ താഴെ കാണുന്നത്, ഈ ഫോട്ടോയിൽ കാണുന്ന സ്പീഷീസുകളാണ് ഫേൺസ് എന്ന് പറയുന്നത്. നമ്മൾ പന്നൽ ചെടികൾ എന്ന് പറയും മലയാളത്തിൽ. So these are called ferns. And the second is lichen. Lichen നെ കുറിച്ച് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു. മോസസ്, നമ്മൾ ഈ ഫോട്ടോയിൽ നിങ്ങൾ കണ്ടോ? നമ്മുടെ മതിലുമേലും അതുപോലെ പാറപ്പുറത്തൊക്കെ മഴക്കാലത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ കളിക്കുകയൊക്കെ ചെയ്യും. ഇതിനെയാണ് നമ്മൾ മോസ് എന്ന് പറയുന്നത്. അപ്പോൾ മോസിന് അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ മഷ്റൂംസ്, ഇവിടെ കണ്ടോ മഷ്റൂംസ്, ഈ മരത്തിന്റെ മേലെ പറ്റി പിടിച്ച് വരുന്ന മഷ്റൂംസ്. അതുപോലെ മണ്ണിൽ മഷ്റൂംസ് ഉണ്ടാവാറുണ്ട്, മരത്തിൽ മഷ്റൂംസ് ഉണ്ടാവാറുണ്ട്. സോ ഇവിടെ ചോദിക്കുന്നത് which of the following are the most likely to be found surviving on a surface without soil എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫേൺസ് നമ്മൾ സോയിലാണ് പൊതുവെ കാണുന്നത്. മോസ്റ്റ് ലൈക്ലി ടു ബി ഫൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേൺസ് ഈസ് വിച്ച് കനോട്ട് ബി ട്രൂ. സോയിൽസിലാണ് പൊതുവെ കാണാറുള്ളത്. അവര് സോയിൽസിൽ അല്ലാണ്ട് കാണാം, പക്ഷെ മോസ്റ്റ് ലൈക്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. ദ സ്റ്റേറ്റ്മെന്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ലൈക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അത് മരത്തിൽ തടിമേലായിരിക്കും കാണുക. സോ ലൈക്കൺ ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇൻ ദ കേസ് ഓഫ് മോസസും പലപ്പോഴും നമ്മൾ മതിലിന്മേലും മരത്തിന്റെ മണ്ടമേലും അല്ലെങ്കിൽ അതുപോലെയുള്ള റോക്കി ക്രെവിസസിലൊക്കെയാണ് ഇതിനെ കാണുന്നത്. സോ മോസ് ഈസ് ഓൾസോ എ കറക്റ്റ് ഓപ്ഷൻ. മഷ്റൂമിന്റെ കേസിൽ മഷ്റൂം പൊതുവെ നമ്മൾ മരത്തിൽ മഷ്റൂം കാണുമെങ്കിലും പൊതുവെ എവിടെയാ ഇത് ഉണ്ടാവുക? ഈ സോയിലാണല്ലോ പൊതുവെ മഷ്റൂംസ് ഒക്കെ കാണാറുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അത് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്ഷൻസ് നോക്കുക. നമുക്കറിയാം 2 and 3 എന്ന് പറയുന്നത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. 2 and 3 വരുന്ന ഒറ്റൊരു ഓപ്ഷൻ മാത്രമേ നമുക്ക് ഇവിടെയുള്ളൂ, ആൻഡ് വിച്ച് ഈസ് ഓപ്ഷൻ സി. സോ ഓപ്ഷൻ സി ക്യാൻ ബി ടേക്കൺ ആസ് എ കറക്റ്റ്
ഓപ്ഷൻ. അപ്പൊ ചില സമയത്ത് നമുക്ക് സംശയം തോന്നുന്നെങ്കിലും ഓപ്ഷൻസിൽ എലിമിനേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കി നോക്കുക. മഷ്റൂംസിന്റെ കേസിൽ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ മഷ്റൂംസിലുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. ലക്കിലി 2, 3 and 4 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഇല്ല. സോ സി ക്യാൻ ബി ടേക്കൺ ആസ് എ റൈറ്റ് ഓപ്ഷൻ. So that's all about species, and thank you for your time, and thank you for having me, and thank you for listening.